യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവസഭയിൽ കടന്നു വന്ന് നിങ്ങളെ വചനവുമായി അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് എനിക്ക് ലഭ്യമാക്കിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധാനത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മ ഇന്ന് പകൽ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, മറ്റ് ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർ, ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ജിജി പാസ്റ്റർ, തൻ്റെ കുടുംബം, കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ അലക്സാണ്ടർ പാസ്റ്റർ, മറ്റ് കർത്താവിൽ ശ്രേഷ്ഠരായ എല്ലാ ദൈവദാസന്മാർക്കും ക്രിസ്തുയേശുവിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകൽ സഹായിക്കട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ ദിവസങ്ങളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പകലും ദൈവത്തിൻ്റെ ആത്മാവ് തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുഖവരകൾ ഒട്ടും ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളോട് പറയുവാൻ നന്നായി പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവജന ഭാഗത്തെ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ സത്യയിൽ കൊണ്ടുവരുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ പോകുന്നത്. ഈ വചനഭാഗങ്ങളുടെ ശക്തമേറിയ പ്രകാശനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നന്നായിട്ട് ഈ പകൽ തുറക്കേണ്ടതിന് ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ കർത്തൃസന്നിധാനം അടച്ച് ഹൃദയങ്ങൾ ദൈവത്തിൽ ഏകാഗ്രമാക്കി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഇതുവരെയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പാടുകയും ഒക്കെ ചെയ്തു. എങ്കിലും തുടർന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും ആത്മീയ വർധനവിനും പരിശുദ്ധാത്മാവ് കാരണമാക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. വീഞ്ഞ് കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തുവെന്ന് എഫെസോസിലുള്ള ദൈവസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി കൊടുക്കുന്നത് പോലെ അല്പസമയം ആത്മനിറവിൽ എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുമ്പോൾ അന്യഭാഷ പറയുന്നവൻ സഭയ്ക്കല്ല, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുകയാണ്. അവൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നേ, ദൈവത്തോട് ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. ഈ പകലും അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിപ്പാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം ഒന്ന് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കട്ടെ. അന്യഭാഷ പ്രാപിക്കാത്തവർ മൗനമാചരിക്കരുത്, സ്തോത്രത്തിൽ ജാഗരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയം. ഉപവാസത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ പരിശുദ്ധാത്മാവിൻ്റെ
അത്യന്ത ശക്തി നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. സൈന്യ ബഹുത്വത്താൽ രാജാവ് ബലം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരം രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാണ്. ഇന്ന് പകൽ മാനുഷികമായ സകല ആശ്രയങ്ങളെയും നമുക്ക് വിട്ടുകളയാം. ദൈവാശ്രയത്വത്തിലേക്ക് നമുക്ക് ഇന്ന് പകൽ അടുത്തു വരാം. എല്ലാവരും ചേർന്ന് ദൈവ സാന്നിധ്യത്തോട് പ്രതികരിച്ചാട്ടെ. റഥന സിയാർത്ഥന ജഗൽകരാതി. നാം പാടിയതുപോലെ തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ള നമ്മുടെ കർത്താവ് ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. അത് ആത്മാവിൽ ഗ്രഹിക്കുന്ന ദൈവമക്കൾ അല്പസമയം നാവ് തുറന്ന് പ്രതികരിച്ചാട്ടെ. റഥന റബ ഹസറഥന ബബ റിയം ദൽകമാന വൈഷ പ്രബോധി ആൽക്കരച്ചസേനി റബതന ബബ സിയാർത്ഥന ജഗൽകടഗദരാദിയം പ്രബോധയാന. തടസ്സങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തകരട്ടെ. ആത്മമണ്ഡലങ്ങൾ ഈ പകൽ ദൈവസഭയ്ക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ആത്മീയ അനുഭവങ്ങൾ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ആരും മൗനം ഈ പകൽ ആചരിക്കാതെ അല്പസമയം നാവ് തുറന്ന് നിങ്ങളുടെ മേൽ പകർന്ന ദൈവകൃപയ്ക്കൊത്തവണ്ണം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തടസ്സങ്ങൾ പൊളിയട്ടെ, പോരാട്ടങ്ങൾ പൊളിയട്ടെ. ഇരുട്ടിന്റെ നേതൃത്വങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ദേശത്തിന്റെ അന്ധകാരങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. ആത്മീയ ജ്വലനങ്ങൾ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ആത്മീയ പ്രചോദനങ്ങൾ, ആത്മീയ മുന്നേറ്റങ്ങൾ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ശബ്ദമുയർത്തി അല്പസമയം കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം. ജഗനഗടക 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 ജഗനഗടക. കുഞ്ഞാടിനെ എന്നും പിന്തുടരും കന്യകമാരാകും നാമേവരും. കുഞ്ഞാടിനെ എന്നും പിന്തുടരും കന്യകമാരാകും നാമേവരും. കുന്നൂമലകളും വന്യമൃഗങ്ങളും, കുന്നൂമലകളും വന്യമൃഗങ്ങളും ഒന്നും കണ്ടാരുമേ പിന്മാറി പോകല്ലേ. ഒന്നും കണ്ടാരുമേ പിന്മാറി പോകല്ലേ. പോകാം ഇനി നമുക്ക് പോകാം. ഇനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാം. ഇനി പോകാം ഇനി നമുക്ക് പോകാം. ഇനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാം. ഇനി പോകാം. ഇനി നമുക്ക് കുഞ്ഞാട്ടിൻ പിന്നാലെ പാടാം നവീന സംഗീതങ്ങൾ ആർപ്പോടെ. പോകാം ഇനി നമുക്ക് പോകാം. ഇനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാം. ഇനി പോകാം ഇനി നമുക്ക് പോകാം. ഇനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാം. ഇനി ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരം ഒന്ന് ഉയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പാടാം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം നമുക്കൊന്നിച്ച് കർത്തൃസന്നിധാനം ചേർന്ന് വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നൽകി വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധാനമാഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് കർത്താവിൽ ബഹുമാന്യരും ശ്രേഷ്ഠരുമായ ദൈവദാസന്മാർക്ക്, ഈ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിൻ്റെ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്നു പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ പോകുന്നു. നാം വായിച്ച ദൈവജനങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വായിച്ച ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. എഫെസോസ് ദൈവസഭയുടെ സ്ഥാപനം. എഫേസ്യ ലേഖനത്തിൽ ദൈവസഭയെ സദൃശ്യമാക്കി പൗലൂസ് പറയുന്ന പ്രധാനപ്പെട്ട 6 പ്രസ്താവനകൾ, അതിനെ തുടർന്ന് എഫെസോസ് ദൈവസഭയ്ക്ക് വേണ്ടി പൗലൂസ് നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ പകൽ തുടർന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. 1, എഫെസോസ് ദൈവസഭയുടെ സ്ഥാപനം. 2, എഫേസ്യ ലേഖനത്തിൽ ദൈവസഭയെ സദൃശ്യമാക്കി പൗലൂസ് പറയുന്ന 6 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ. 3, എഫെസോസ് ദൈവസഭയ്ക്ക് വേണ്ടി പൗലൂസ് നടത്തുന്ന ഏറ്റവും മികവുറ്റ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന. 1, എഫെസോസ് ദൈവസഭയുടെ സ്ഥാപനം. അപ്പോസ്തലനായ പൗലൂസിൻ്റെ 3ാമത്തെ സുവിശേഷ യാത്രയിൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയാണല്ലോ എഫെസോസിലുള്ള ദൈവസഭ. അപ്പോസ്തലനായ പൗലൂസിൻ്റെ 3ാം സുവിശേഷ യാത്ര ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യം മുതൽ 21-ാം അധ്യായം 14-ാം വാക്യം വരെയാണ് 3ാമത്തെ പ്രേക്ഷിത യാത്ര. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യത്തിൽ നിന്ന് നാം വായിക്കുമ്പോൾ 3ാം സുവിശേഷ യാത്രയുടെ ആരംഭമാണിത്. 3ാം സുവിശേഷ യാത്രയുടെ ആരംഭം 18-ാം അധ്യായം 23-ാം വാക്യത്തിൽ തുടർന്ന് 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പൊല്ലോസ് എഫെസോസിൽ ഇരിക്കുന്ന സമയത്ത് പൗലൂസ് ഉൾപ്രദേശങ്ങളുടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലൂസ് ഉൾപ്രദേശങ്ങളുടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തി. എഫെസോസിൽ എത്തുന്ന സമയത്ത് ചില ശിഷ്യന്മാരെ പൗലൂസ് കണ്ടു. ശിഷ്യന്മാരെ കണ്ട സമയത്ത് അവരോട് ചോദിക്കുന്ന 1ാമത്തെ ചോദ്യം എന്തുണ്ട് വിശേഷമെന്നല്ല, കാര്യമെല്ലാം അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നു എന്നല്ല, എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുന്നു എന്നുമല്ല, മറിച്ച് എഫെസോസിലുള്ള ശിഷ്യന്മാരെ കണ്ട മാത്രയിൽ പൗലൂസ് ചോദിക്കുന്ന 1ാമത്തെ ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഈ കാലഘട്ടത്തിലെ ഒരു പ്രസക്തമായ ചോദ്യമാണത്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പെട്ടെന്ന് അവർ കൊടുക്കുന്ന മറുപടി ഒരു വിരോധാഭാസമായ മറുപടിയാണ്. അവർ കൊടുക്കുന്ന മറുപടി പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പെട്ടെന്ന് പൗലൂസിൻ്റെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാനം ശരിയായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾപ്പാൻ വകയുണ്ട്. കാരണം നമ്മുടെ കർത്താവിൻ്റെ അന്ത്യനിയോഗം അല്ലെങ്കിൽ അവസാനത്തെ നിയോഗം അല്ലെങ്കിൽ നാം ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് വിളിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവന മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവിടെ അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നൊരു വാക്യം ഇവിടെ ഉള്ളത് കൊണ്ട് പൗലൂസിൻ്റെ ചോദ്യം വ്യക്തമാണ്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാനം ശരിയായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾപ്പാൻ വകയുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന വാക്ക് സ്നാനത്തിൽ വരും. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം യോഹന്നാൻ കഴിപ്പിച്ച മാനസാന്തര സ്നാനമാണ്. പെട്ടെന്ന് പൗലൂസ്
അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അവരെ സ്തോത്രം സ്നാനപ്പെടുത്തി. പിന്നീട് പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മ വരികയും അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്നാണ്. അന്യഭാഷ സംസാരിക്കുക മാത്രമല്ല, അവർ പ്രവചിച്ചു. ആ പ്രവചിച്ച് 12ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് 19-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീട് പൗലൂസ് 3 മാസത്തോളം പള്ളിയിൽ ചെന്ന്, അവിടെയുള്ള പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെപ്പറ്റി സമ്പാദിച്ചു, അവരെ സമ്മതിപ്പിച്ചു പോന്നു എന്നാണ്. ദൈവരാജ്യത്തെപ്പറ്റി സമ്പാദിക്കുക മാത്രമല്ല, ദൈവരാജ്യം സത്യമെന്ന് അവരെ സമ്മതിപ്പിച്ചു. പിന്നീട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതിനെ തുടർന്ന് തൊറനോസിൻ്റെ പാഠശാലയിൽ ഏകദേശം 2 വർഷക്കാലം ദൈവവചനം പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു. അങ്ങനെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 10-11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി എന്നുള്ള വാക്യങ്ങളെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലൂസിൻ്റെ 3-ാം സുവിശേഷ യാത്രയുടെ ബന്ധത്തിൽ ഏകദേശം 3 വർഷക്കാലം എഫെസോസ് എന്ന് പറയുന്ന നഗരിയിൽ പ്രവർത്തിച്ചത് മുഖാന്തരം ഒരു ദൈവസഭ ആ പ്രവർത്തന മുഖാന്തരം ആ ദേശത്ത് ഉടലെടുക്കുകയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലൂസിൻ്റെ 3-ാമത്തെ സുവിശേഷ യാത്രയിൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ് എഫെസോസിലുള്ള ദൈവസഭ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഞാനൊന്നുകൂടി വ്യക്തമാക്കാം. പൗലൂസിൻ്റെ 3-ാമത്തെ പ്രേക്ഷിത യാത്രയിൽ സ്ഥാപിതമായ ഒരു ദൈവസഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം നമുക്ക് പിടികിട്ടില്ല. അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് പഠിക്കണം. എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ദൈവസഭയുടെ സ്ഥാപനത്തിൻ്റെ ആഴം, ദൈവസഭയുടെ മുൻപോട്ടുള്ള ഗമനത്തിൻ്റെ ആഴം നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എഫെസോസ് എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുകയാണ്. ആസിയുടെ മായച്ചന്ത അല്ലെങ്കിൽ ആസിയുടെ ആഭരണം എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട, അന്നത്തെ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു എഫെസോസ്. അന്നത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട 5 നഗരങ്ങളാണുള്ളത്. 1 യെരുശലേമാണ്, 2 ഈജിപ്തിലെ അലക്സാണ്ട്രിയയാണ്, 3 സ്തോത്രം ഈജിപ്തിലെ അലക്സാണ്ട്രിയയാണ്, 3 റോമാണ്, 4 സ്തോത്രം സിറിയയിലെ അന്ത്യോക്യയാണ്, 5 സ്തോത്രം ഈ എഫെസോസ് എന്ന് പറയുന്ന പട്ടണമാണ്. അന്നത്തെ പ്രധാനപ്പെട്ട 5 പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഇനി പുരാതന ലോകത്തിലെ 7 മഹാത്ഭുതങ്ങൾ എന്നറിയപ്പെടുന്ന, പുരാതന ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഉൾപ്പെടുന്ന അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം നിലനിന്നിരുന്ന മണ്ണാണ് എഫെസോസ്. അർത്തമീസ് എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രം നിലനിന്നിരുന്ന മണ്ണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. അർത്തമീസ് എന്ന് പറയുന്ന ദേവി സ്ഥിതി ചെയ്യുന്ന മണ്ണ്, അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം നിലനിന്ന മണ്ണ്, ആകാശത്തു നിന്ന് വീണ ഉൽക്കാകർഷണം എന്ന് പറയുന്ന സകലത്തെയും പോഷിപ്പിക്കുന്നവൾ എന്നർത്ഥമുള്ള സ്വന്തം എല്ലാ തരത്തിലെയും സമൃദ്ധിയുടെയും ഉന്നമനത്തിൻ്റെയും ദേവത എന്നറിയപ്പെടുന്ന അർത്തമീസ് വാഴുന്ന മണ്ണ്. അർത്തമീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡാണ്. ഡയാന എന്നത് ലാറ്റിൻ വേർഡാണ്. പഴയ നിയമത്തിൽ നിമ്രോദിൻ്റെ ഭാര്യ എന്നറിയപ്പെടുന്ന സെമിറാമീസ് എന്ന് പറയുന്ന ആ ദേവതയാണ്. പിന്നീട് വന്ന് എഫെസോസിലെത്തുമ്പോൾ ആ ദേവതയ്ക്ക് അവർ കൊടുത്ത പേര് അർത്തമീസ് എന്നാണ്. ഡെമെത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ വരെ വളരെ ശക്തമായി ലാഭമുണ്ടാക്കുന്ന ഒരു വല്ലാത്ത വാണിജ്യ പട്ടണം. 425 അടി നീളം ആ ക്ഷേത്രത്തിനുണ്ട്, 220 അടി വീതിയുണ്ട്, 127 തൂണുകളാൽ പണിയപ്പെട്ട 60 അടി ഉയരമുള്ള ഒരു ക്ഷേത്രമാണ് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് 1000-ഓളം വരുന്ന അഭിസാരികകളാണ്. 1000-ഓളം വരുന്ന അഭിസാരികൾ എന്ന അർത്ഥം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു രീതി ചിത്രീകരിക്കരുത്. നിങ്ങൾ ആ മേഖലയിൽ തന്നെ നിന്ന് ആ വാക്കുകൾ ചിത്രീകരിക്കണം, ആ വാക്കുകൾ മനസ്സിലാക്കണം. അപ്പോൾ 1000-ഓളം വരുന്ന അഭിസാരികൾ നിറയപ്പെട്ട ദേവദാസി സമ്പ്രദായമുള്ള അശുദ്ധി അരങ്ങുവാഴുന്ന ഒരു വല്ലാത്ത പട്ടണമായിരുന്നു
എഫെസോസ് എന്ന് പറയുന്ന പട്ടണം. ഇനി ഏത് കുറ്റവാളിയും, ഏത് മോഷ്ടാവും, ഏത് പിടിച്ചുപറിക്കാരനും, ഏത് രാഷ്ട്രീയ ലഹളയുണ്ടാക്കുന്നവനും ഓടി വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വളപ്പിൽ അഭയം പ്രാപിച്ചാൽ ആർക്കും അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം അധപ്പതിപ്പിക്കപ്പെട്ടവരുടെ സങ്കേത കേന്ദ്രമായിരുന്നു സ്തോത്രം അർത്തമീസ് എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രം നിലനിന്ന മണ്ണ്. ആ മണ്ണിനകത്ത് ഇതാ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിനൊത്തവണ്ണം പൗലൂസിനാൽ ഒരു ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടുകയാണ്. ഇനി അതിൻ്റെ ആഴം നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും കേൾക്കണം എന്നെ നന്നായിട്ട്. അത്രത്തോളം അബദ്ധജടിലമായ ആചാരങ്ങൾ കൊണ്ട്, അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, ശത്രുവിൻ്റെ വല്ലാത്ത വ്യാപാരങ്ങൾ നിറയപ്പെട്ട ആ പട്ടണത്തിനകത്ത് ഇതാ യേശുക്രിസ്തു മുഖാന്തരം പൗലൂസിനാൽ ഒരു ദൈവസഭയ്ക്ക് ദൈവം അടിസ്ഥാനമിടുകയാണ്. അപ്പോൾ അതിൻ്റെ ആഴം വർദ്ധിച്ചു അല്ലേ? അതിൻ്റെ ആഴം വർദ്ധിച്ചു. അപ്പോൾ അതിനകത്തെ സന്ദേശം എന്താ? ഏത് പൈശാചിക ശക്തികൾ ശക്തിയോടെ പ്രബലപ്പെടുന്ന മണ്ണാണെങ്കിലും, ഏത് ഇരുട്ടിൻ്റെ സ്വാധീനതകൾ ശക്തിയോടെ വിഹരിക്കുന്ന മണ്ണാണെങ്കിലും, ഏത് ഇരുട്ടിൻ്റെ ശക്തികൾ വെല്ലുവിളിച്ചു നിൽക്കുന്ന മണ്ണാണെങ്കിലും, അവിടെയും ഒരു ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടാൻ ദൈവത്തിന് കഴിയുമെന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ള ആദ്യത്തെ സന്ദേശം എന്താണെന്നറിയാമോ? എത്ര പൈശാചിക മണ്ഡലങ്ങൾ വാഴുന്ന മേഖലയാണെങ്കിലും, എത്ര ഇരുട്ടിന്റെ പ്രവർത്തിക ശക്തിയോടെ കരുത്തുറ്റു നിൽക്കുന്ന മണ്ണാണെങ്കിലും, അവിടെയും ദൈവത്തിനൊരു സഭയെ പുറത്തെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ ദൂതങ്ങ് സ്വീകരിക്കണം. എത്ര ഇരുട്ടിന്റെ സ്വാധീന ശക്തികൾ വെല്ലുവിളിക്കുന്ന മേഖലയാണെങ്കിലും, ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ഒരു ദൈവസഭയെ അവിടുന്ന് പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്നടിച്ചു ദൈവത്തിന് ശക്തിയോടെ ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് വളരെ ശക്തിയോടെ പ്രവചിക്കുകയാണ്. ഈ ദേശത്തെത്ര പൈശാചിക മേഖലകൾ ഉണ്ടെങ്കിലും, ദേശത്തെത്ര ഇരുട്ടിന്റെ സ്വാധീനകൾ ശക്തിയോടെ ചലിക്കുന്നെങ്കിലും, ഇരുട്ടിന്റെ നേതൃത്വങ്ങൾ എത്ര വെല്ലുവിളിച്ചാലും, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവത്തിന് സഭയെ ഇവിടുന്ന് പുറത്തെടുക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ അതൊന്നും ഒരു തടസ്സമായി ബാധിക്കപ്പെടില്ല. അതൊന്നും ഒരു തടസ്സമായി മുൻപോട്ട് ബാധിക്കപ്പെടില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു വിളിച്ചു പറ, 2025 ദൈവത്തിന് ദൈവസഭയെ പറ്റി ഉദ്ദേശ്യമുണ്ടെങ്കിൽ ആ ദൈവസഭയെ വളർത്താൻ, അതിനെ മുൻപോട്ട് നന്നായി നടത്താൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്നടിച്ചു ദൈവത്തിന്. ഇനി അടുത്ത ആ മേഖലയിൽ നിന്ന് അടുത്തൊരു സന്ദേശം ഞാൻ നിങ്ങളുമായി കൈമാറാം. പാൻ എന്ന് പറയുന്ന പ്രകൃതി ദേവിയുടെ ജന്മനാടെന്നറിയപ്പെടുന്ന ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ജനമെന്നെ കുറിച്ച് ആരെന്ന് പറയും? എനിക്ക് കേൾപ്പാൻ താല്പര്യമുണ്ട് ജനത്തിന്റെ അഭിപ്രായം. യേശു തന്റെ ശിഷ്യന്മാരോട് ഈ വാക്ക് പറയുന്ന നേരത്ത് ശിഷ്യന്മാരെല്ലാവരും യേശുവിന്റെ അടുക്കിലേക്ക് ഓടിക്കൂടി ജനത്തിന്റെ അഭിപ്രായം പറയാൻ തുടങ്ങി. ചിലർ യേശുവേ അങ്ങയെക്കുറിച്ച് യോഹന്നാൻ സ്നാപകനെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു നീ ഇരമ്യാവെന്ന്. ചിലർ പറയുന്നു നീ ഏലിയാവെന്ന്. ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന്. കേൾക്കുന്നുണ്ടോ? യേശു ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി ജനത്തിന്റെ അഭിപ്രായം ആരായാൻ യേശു ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ശിഷ്യന്മാർ കൊടുക്കുന്ന മറുപടി ജനത്തിന്റെ അഭിപ്രായം, യേശുവേ നീ ഇരമ്യാവെന്ന് ജനം പറയുന്നുണ്ട്. പലപ്പോഴായി നീ കരയുന്നത് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജനം പറഞ്ഞത് നീ ഇരമ്യാവെന്ന്. പലപ്പോഴായി പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജനം പറയുന്നത് നീ ഏലിയാവെന്ന്. പലപ്പോഴായി ധൈര്യസമേതം ഹെരോദാവിനോടൊക്കെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം നീ യോഹന്നാൻ സ്നാപകനെന്ന് ജനം പറയുന്നത്. പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നത് യേശുവിൻ്റെ കരുത്തുറ്റ പ്രവചനങ്ങൾ കൊണ്ടായിരിക്കാം. ഈ 4 അഭിപ്രായങ്ങൾ കേട്ടിട്ടും യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് അത്രയും സന്തോഷമുണ്ടായില്ല.
യേശു തന്റെ ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ജനത്തിന്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയണം? ആരെന്ന് പറയുന്നു? എനിക്കത് കേൾപ്പാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്നാ പറയുന്നേ? ജനത്തിന്റെ അഭിപ്രായം പറയാൻ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വന്ന ശിഷ്യന്മാർ ഈ ചോദ്യം കേട്ടയുടനെ 2 സ്റ്റെപ്പ് പുറകിലേക്ക് മാറി. പെട്ടെന്ന് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ 1 സ്റ്റെപ്പ് കൂടെ യേശുവിന്റെ മുമ്പിലേക്ക് കാലെടുത്ത് വെച്ച് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, യേശുവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. പെട്ടെന്ന് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി യേശു പറയുന്ന വാക്ക്, ബർയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. അടുത്തത് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി യേശു പറയുന്ന വാക്ക്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യേശു ഫിലിപ്പിന്റെ കൈസറിൽ വെച്ച് തന്റെ ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ പത്രോസാൻ, നീ പെട്രോസാൻ, നീ പാറക്കഷ്ണമാൻ, ഞാൻ യുഗങ്ങളുടെ പാറയാൻ, ഞാൻ പെട്രയാൻ, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയോട് ഞാൻ പ്രവചിച്ചു പറയുന്നു, 2025 മെയ് മാസം 21-ാം തീയതിയിലും സഭയുടെ ജൈത്രയാത്ര ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സഭ പണിതിരിക്കുന്നത് പത്രോസിന്റെ മേലല്ല, സഭ പൗലൂസിന്റെ മേലല്ല പണിതിരിക്കുന്നത്, സഭ പണിതിരിക്കുന്ന അന്ത്രയോസിന്റെ മേലല്ല, സഭ പണിതിരിക്കുന്നത് കർത്താവിന്റെ മേലാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, എത്രയെത്ര പ്രതികൂലങ്ങൾ പൊങ്ങി വന്നാലും, എത്രയെത്ര പ്രതിസന്ധികൾ പൊങ്ങി വന്നാലും, എത്രയെത്ര എതിരികൾ പൊങ്ങി വന്നാലും, എത്രയെത്ര വാഗ്വാദങ്ങൾ പൊങ്ങി വന്നാലും, എത്രയെത്ര പ്രതിസന്ധിയുടെ മഴകൾ പെയ്തിറങ്ങിയാലും, യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെ പരിശുദ്ധാത്മാവിടെ ഉള്ളിടത്തോളം കാലം ദൈവസഭ ജയത്തോടെ ഇവിടെ ജൈത്രയാത്ര ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് അടിച്ച് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രതികരിച്ചു തുടങ്ങ്. ഞാൻ ദൈവസഭയോട് ഇന്ന് പകൽ പ്രവചിച്ചു പറയുന്നേ, എത്രയെത്ര വൈരികൾ പൊങ്ങി വന്നാലും, എത്രയെത്ര എതിർപ്പുകൾ പൊങ്ങി വന്നാലും, എത്രയെത്ര മന്ത്രശക്തികൾ പൊങ്ങി വന്നാലും, എത്രയെത്ര പൈശാചിക ഗോപുരങ്ങൾ ട്രിവാൻഡ്രത്ത് പൊങ്ങി വന്നാലും, ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് അടിച്ച് പ്രതികരിക്കുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. ഇതിനെ, ഈ ആത്മീയ മേഖലകളെ, ആത്മീയ മുന്നേറ്റങ്ങളെ, ആത്മീയ പുഷ്ടികളെ കെടുത്തിക്കളയാൻ എത്ര പൈശാചിക മേഖലകൾ ശ്രമിച്ചാലും ഞാൻ എന്റെ സഭ പണിയും. വായ തുറന്നത് പ്രതികരിക്കുന്നു മകൾ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരം. വായൊന്ന് തുറന്ന അല്പസമയം ഒന്ന് പ്രതികരിച്ച് തടസ്സങ്ങളെല്ലാം പൊളിയട്ടെ ഇന്ന് പകൽ. പ്രതിസന്ധിയുടെ വലയങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹര ജല ദയ ബര ജല തുര ജല ഹര ബല ദര 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 ജല ദയ ശബര ഗഡഗ ജഗൽ കരാധിയ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയെത്ര പോരാട്ടങ്ങൾ സഹിച്ചൊരു സമൂഹമുണ്ടോ? ഇത്രയെത്ര വെല്ലുവിളികൾ നേരിട്ടൊരു സമൂഹമുണ്ടോ?
ഇത്രയെത്ര പ്രതിസന്ധികൾ നേരിട്ടൊരു സമൂഹമുണ്ടോ? എത്രയെത്ര പ്രതിസന്ധികൾ ദൈവസഭയ്ക്കകത്തിന്റെ തുടക്കം മുതൽ ഇതേ സമയം വരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവസഭയുടെ വളർച്ച മുരടിച്ചിട്ടില്ല. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം പ്രിയപ്പെട്ടവരെ, ട്രാജനും ഡൊമീഷ്യനും വലേറിയനും ഡയോക്ലീഷ്യനും ഒക്കെ നീറോയും ഒക്കെ ഇതിനെ തകർത്ത് കളയാൻ നോക്കിയതല്ലേ? ഇന്നത്തെ രാഷ്ട്രീയ നിലപാടുകളും ഇതിനെ തകർത്ത് കളയാനല്ലേ വാദിച്ചു കൊണ്ടിരിക്കുന്നേ? പക്ഷേ ആത്മനിറവിൽ ഞാനൊരു സന്ദേശം പറയാം, അവർ തകർന്നതല്ലാതെ ദൈവസഭ തകർന്നിട്ടില്ല, അവർ മുടിഞ്ഞതല്ലാതെ ദൈവസഭ മുടിഞ്ഞിട്ടില്ല. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, കർത്താവ് തൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന സമയം വരെ ദൈവസഭ ഇവിടെ ജൈത്രയാത്ര ജയത്തോടെ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ Rabba hasadana digal karatu bini amdal karati Rabba aduni gadaga shudi barakata la barokose Vedi al braspadam bradokodi amdal karati ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്നു പകൽ ഇറങ്ങി വരികയാണ്. ഈ ദൈവസഭയുടെ നടുവിലേക്ക് ദൈവമഹത്വം ഇറങ്ങുകയാണ്. ഇംഗ്ലീഷ് ടച്ച് PMG ഇംഗ്ലീഷ് ടച്ചിനകത്തൊരു ദൈവമഹത്വം ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവസഭയെ ദൈവം വളർത്താൻ പോകുകയാണ്, ദൈവം ഉയർത്താൻ പോകുകയാണ്. എത്രയെത്ര പീഡകൾ വന്നാലും, എത്രയെത്ര വെല്ലുവിളികൾ വന്നാലും ഞാൻ എന്റെ സഭ പണിയും. അപ്പോസ്തലനായ പൗലോസിന്റെ മൂന്നാമത്തെ സുവിശേഷ യാത്രയിൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ചർച്ച്, അതാണ് എഫെസോസിലുള്ള ദൈവസഭ. ഇനി ഈ ലേഖനത്തിനകത്ത് 6 അധ്യായത്തിനകത്ത് പൗലോസ് ദൈവസഭയെ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട 6 പ്രസ്താവനകളുണ്ട്. 6 അധ്യായത്തിനകത്തും ഓരോ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ വെച്ച് 6 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ, പരാമർശങ്ങൾ ഈ പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. ഇനി 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായത്തിലെ വിഷയത്തെ ഞാനൊന്ന് പ്രാരംഭത്തിൽ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് വിശദീകരണം നൽകാം. 1-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. 2-ാം അധ്യായത്തിൽ സഭ കെട്ടിടമാണ്. 3 സഭ കെട്ടിടമെന്ന് മാത്രമല്ല മന്ദിരമാണ്, സഭ മന്ദിരമാണ്. 3-ാം അധ്യായത്തിൽ സഭ മർമ്മമാണ്. 4-ാം അധ്യായത്തിൽ സഭ പുതു മനുഷ്യനാണ്. 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. 6-ാം അധ്യായത്തിൽ സഭ പടയാളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, എങ്കിലും നിങ്ങളുടെ ഓർമ്മയൊന്ന് തട്ടി ഉണർത്തി ഞാൻ ആ സന്ദേശം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ സഭയെ വ്യക്തമാക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. നമുക്ക് അതിനെ ആഴമായി വെളിപ്പെടുത്തുന്ന വാക്യം 1-ാം അധ്യായം അവസാന വാക്യങ്ങളാണ്. 1-ാം അധ്യായം അവസാന വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പൗലോസ് വിശദീകരിക്കുന്നത് സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ഈ ശരീരത്തിന് ശിരസ് പ്രധാനപ്പെട്ട ഘടകം എന്ന വണ്ണം ഈ ദൈവസഭയാകുന്ന ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ശിരസില്ലാതെ ശരീരത്തിന് നിലനിൽപ്പില്ലാത്തതുപോലെ യേശുക്രിസ്തു ഇല്ലാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല. സഭയുടെ നിലനിൽപ്പ് തന്നെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ശിരസായ ക്രിസ്തുവിലാണ്. ശിരസില്ലാതെ ശരീരത്തിന് നിലനിൽപ്പില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു ഇല്ലാതെ സഭയ്ക്ക് ഒരു നിലനിൽപ്പില്ല, സഭയ്ക്ക് ഒരു മുൻപോട്ടുള്ള ഗമനമില്ല. ഞാൻ വിശദീകരിക്കുന്നു, കേൾക്കുക നിങ്ങൾ. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, അല്ലേ? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ
മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. എല്ലാവരും കേൾക്കണം. ഈ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഒരു ക്ഷതമുണ്ടായാൽ, അല്ലെങ്കിൽ ഈ കാലിന് ഒരു പ്രയാസം ഉണ്ടായാൽ, ഒരു വേദന ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മരവിപ്പുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ, പെട്ടെന്ന് ഈ കൈ ആ മുറിവിലേക്ക് വരും, അല്ലെങ്കിൽ ആ വേദന ഭാഗത്തേക്ക് വന്ന് ഒന്നെങ്കിൽ ആ മുറിവിനെ തപ്പിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ആ വേദനയെ തടവി ആ വേദനയെ ശാന്തമാക്കുകയോ ശമിപ്പിക്കുകയോ ചെയ്യും. അല്ലേ? അപ്പൊ ഈ ശരീരത്തിന് ഒരു വേദന ഉണ്ടായപ്പോൾ പെട്ടെന്ന് ശരീരത്തിലെ ഒരവയവം വന്ന് ആ ശരീരത്തിലെ വേദനകളെ ഒന്നുകൂടെ അവർ തമ്മിലൊന്ന് ഏകീഭവിച്ച് ആ മുറിവുകളെ മുറിവുകളെ തപ്പിപ്പിടിക്കുകയോ അതിനെ ശമിപ്പിക്കുകയോ അതിനെ തടവുകയൊക്കെ ചെയ്തെങ്കിൽ, ഈ കൈ ഈ കാലിന്റെ ഭാഗത്തേക്ക് വന്നത് കൈയുടെ സ്വന്തമായ അഭിപ്രായ പ്രകാരമാണോ? അല്ല. കൈ ആ ഭാഗത്തേക്ക് വന്നതിന്റെ പിന്നിൽ തല പറഞ്ഞിട്ടാണ്. അല്ലേ? തല പറഞ്ഞിട്ടാണ് കൈ ആ ഭാഗത്തേക്ക് വന്നത്. തല ശരിയായ നിലയിൽ ചലിക്കാതിരുന്നാൽ, ശരിയായ നിലയിൽ സുബോധമില്ലാതെ വന്നാൽ, കയ്യിൽ എത്ര മുറിവുണ്ടായാലോ കാലിൽ എത്ര മുറിവുണ്ടായാലോ ശരീരം മുഴുവൻ മുഷിഞ്ഞാലോ അവർക്ക് യാതൊരു വിഷയവും ഉണ്ടാവില്ല. കാരണം ശരീരവും തലയുമൊക്കെ ഒരുമിച്ചാണെങ്കിലും ശരീരത്തിന് തലയുമായി വലിയ ബന്ധം അല്ലേ? നമ്മൾ പറയല്ലേ, തലയ്ക്ക് ശരീരത്തിൽ എത്ര മുറിവുണ്ടായാലോ ശരീരത്തിൽ എത്ര പ്രയാസം ഉണ്ടായാലോ പിന്നെ അവർ അതിനകത്ത് ശ്രദ്ധിക്കത്തില്ല. കാരണം തലയും ശരീരമൊക്കെ ഒരുമിച്ചാണെങ്കിലും തലയുമായിട്ട് ശരീരത്തിന് ബന്ധം ഒന്നുമില്ല. അപ്പൊ ഈ ശരീരത്തിന് ഈ തലയുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ, ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുഭവിച്ചാൽ, എന്തെങ്കിലും വിഷമത വന്നാൽ, മറ്റൊരു അവയവം വന്ന് അതിനെ താങ്ങും, ആ മുറിവ് കെട്ടും, അല്ലെങ്കിൽ അതിനെ തലോടും, അല്ലെങ്കിൽ അതിനെ ആ വേദനയെ എങ്ങനെയെങ്കിലും ശമിപ്പിക്കാൻ നോക്കും. അല്ലേ? അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന ദൈവസഭ എന്ന് പറയുന്ന ഈ ശരീരത്തിന് ഒരു വേദന ഉണ്ടായാൽ, മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തു എന്ന സഭ എന്ന് പറയുന്ന ഈ ശരീരത്തിന് ഒരു വേദനയുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ശിരസായ ക്രിസ്തു ഇടപെടുമോ ഇല്ലയോ? ഇടപെടും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഒന്നുകൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയോട് പറയുന്നു, ഈ ശരീരത്തിന് ഒരു വേദനയുണ്ടായപ്പോൾ ശിരസ് പറഞ്ഞത് പ്രകാരം ശരീരത്തിന് മറ്റൊരു അവയവം വന്ന് അതിനെ താങ്ങിപ്പിടിച്ചെങ്കിൽ, ദൈവസഭ എന്ന് പറയുന്ന ഈ ശരീരത്തിന് ഒരു വേദനയുണ്ടായാൽ, ഒരു ഭാരമുണ്ടായാൽ, ഒരു വെല്ലുവിളി ഉണ്ടായാൽ, ശിരസായ ക്രിസ്തു ഇടപെടുമെന്ന് പഠിക്കണം. ഞാൻ ഒന്നുകൂടെ ദൈവസഭയുടെ ആത്മനിറവിൽ പ്രവചിച്ചു പറയുന്നു, ഈ 2025 സഭ പ്രതികരിക്കേണ്ട ദിവസമല്ല. സഭയ്ക്ക് വേണ്ടി സഭയുടെ ശിരസായ ക്രിസ്തു പ്രതികരിക്കാൻ വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നു. ഈ ദിവസം ശരീരത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന, ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്ന ദൈവസഭയ്ക്ക് ഒരു പ്രശ്നം നേരിട്ടാൽ, ദൈവസഭയ്ക്കകത്തൊരു ഭാരം നേരിട്ടാൽ, ദൈവസഭയ്ക്കകത്തൊരു പ്രതികൂലം നേരിട്ടാൽ, ശിരസായ ക്രിസ്തു ഇടപെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് അടിച്ചു ദൈവത്തിൽ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തോട് ദൈവസന്നിധിയിൽ പ്രതികരിച്ചാട്ടെ. ഞാൻ വെറുതെ പറയുന്നതല്ല,
ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവസഭ എന്ന് പറയുന്ന ശരീരത്തിന് നിങ്ങൾ ഇന്ന് പകൽ അംഗത്വം വഹിച്ചിട്ടുണ്ടോ? ദൈവസഭ എന്ന് പറയുന്ന ശരീരത്തിൽ അകത്താണോ നിങ്ങൾ? ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ശിരസായ ക്രിസ്തു ഇറങ്ങി വന്ന് ഇടപെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ. ഞാൻ വിശദീകരിക്കാൻ പോവാ. അതിന്റെ ഒരു അടുത്തൊരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ കൊണ്ടുപോകാൻ പോകുകയാണ്. എല്ലാവരും എന്നെ കേൾക്കണം കേട്ടോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ ശൗലിന്റെ മാനസാന്തരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശൗലിന്റെ മാനസാന്തരമാണ്. ദമസ്കോസിലുള്ള വിശ്വാസികളെ കൊന്നുമുടിക്കാൻ, അവരെ പിടിച്ചു കെട്ടുവാൻ യെരുശലേമിലെ പള്ളിയിൽ നിന്ന് അധികാരപത്രം കയ്യിലേന്തി, പിടിച്ചു കെട്ടാനുള്ള കയറും കയ്യിലേന്തി, വാഹന മൃഗത്തിന്റെ പുറത്ത് കയറി ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് വന്നു കയറുന്ന സമയത്ത്, ഇങ്ങനെ ഒരു നട്ടുച്ച സമയത്ത് സൂര്യനെ കവിയുന്നൊരു വെളിച്ചം ശൗലിന് മേൽ അടിച്ചു. ശൗല് വാഹന മൃഗത്തിന്റെ പുറത്ത് നിന്ന് താഴേക്ക് വീഴുമ്പോൾ ആ ശബ്ദത്തിനകത്ത്, ആ വെളിച്ചത്തിനകത്ത് നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗല് താഴെ വീണ് പ്രതികരിക്കുന്ന ഇങ്ങനെയാണ്, നീ ആരാകുന്നു കർത്താവേ? പെട്ടെന്ന് മറുപടി കൊടുക്കുന്നു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്കുകൾ നന്നായിട്ട് അറിയാം, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങളത് വ്യാഖ്യാനിക്കും. എങ്കിലും നിങ്ങളൊന്ന് കേട്ടോ. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നിങ്ങൾ കേട്ടെ, യേശുവിന്റെ 30 വയസ്സ് വരെയുള്ള കൂടാരവാസത്തിലോ 3.5 വർഷത്തിലുള്ള പരസ്യ ശുശ്രൂഷയിലോ ശൗല് യേശുവിനെ ഉപദ്രവിച്ചതായിട്ടുണ്ടോ? പറ. ഏതെങ്കിലും പരസ്യ ശുശ്രൂഷയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് ബഹളം ഉണ്ടാക്കിയ ഒരു ചരിത്രം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 30 വർഷത്തെ കൂടാരവാസത്തിൽ ഒരു സമയം പോലും വീട് കയറി പൗലൂസ് യേശുവിനെ ആക്രമിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അർത്ഥം നാം പറഞ്ഞ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാ. യേശു ക്രിസ്തു എന്ന് പറയുന്ന ശിരസിന്റെ ശരീരങ്ങളാണ് നാം എല്ലാവരും. മനസ്സിലാവുന്ന ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നാം എല്ലാവരും. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ ശരീരത്തിന് വേദനിച്ചപ്പോ ശിരസങ് ഇടപെട്ടു എന്ന വചനം മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ക്ഷേമ രാമേൻ പറ. ശരീരത്തിന് വല്ലാത്ത പ്രതിസന്ധി ശൗല് സൃഷ്ടിക്കുമ്പോൾ ശിരസതങ്ങ് തിരിച്ചറിഞ്ഞു. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നീ ഞെരുങ്ങുന്ന ഞെരുക്കങ്ങൾ ഒരുപക്ഷെ ആരും അറിയുന്നില്ലായിരിക്കാം. നിന്റെ വ്യസനങ്ങൾ ഒരുപക്ഷെ നിന്നെ അടുത്തിരുന്ന് ആരാധിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ലായിരിക്കാം. നിന്റെ കൂട്ടുകാർക്കോ സഹപ്രവർത്തകർക്കോ നിന്റെ വേദന തിരിച്ചറിയുന്നില്ലായിരിക്കാം. പക്ഷെ നീ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ വേദനകൾ മുഴുവൻ തിരിച്ചറിയാൻ കഴിയും. കാരണം ആ ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം എല്ലാവരും. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് അടിച്ച് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ചോദിക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നെന്ന് എന്ന് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ചോദിച്ചൊരു ദൈവമുണ്ടെങ്കിൽ 2025 സഭയ്ക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരമൊന്ന് അടിച്ചത് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന 20-ാമത്തെ പകൽ
ദൈവസഭയോട് പ്രവചിച്ചു പറയുന്നു, നീ ഇവിടെ ആരാധിക്കുമ്പോൾ, നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഇവിടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ പൊടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ആവലാദികൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇടപെടാൻ ആരുമില്ലെന്ന് വിചാരിക്കരുത്. നീ ആരാധിക്കുന്ന ദൈവം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം ഇന്ന് പകൽ ചിലരോട് ഇടപെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം. അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ ഈ പകൽ ആത്മാവ് ഇടപെടുകയാണ്. ഹഡഗ രഗദല ഹംദൽ കരാദി ഹദർ കദ രഗചസി യാദൽ കരാദി ഹർതലേ ജഗൽകവന. സഭയുടെ തുടക്കകാലം ദൈവം അങ്ങനെ ഇടപെട്ടെങ്കിൽ ഇത് സഭയുടെ കൃപായുഗമാകുമ്പോൾ തന്നെ അവസാന കാലഘട്ടമാണ്. സഭയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്, സഭയ്ക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചു പ്രതികരിക്കും. ഞാൻ ദൈവദാസന്മാരോട് പ്രവചിച്ചു പറയുന്നു, ദൈവത്തിന്റെ വചനത്തിലൂടെ പ്രവചിച്ചു പറയുന്നു, ദൈവദാസന്മാരെ, ഈ ദിവസം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ആ പ്രതികൂലങ്ങൾക്കകത്ത് ദൈവം ഇടപെടാൻ പോകുകയാണ്. ദൈവം ഇടപെടാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ചിലരോട് ദൈവം ഇടപെട്ടതുപോലെ, പൗലോസിനോട് ദൈവം ഇടപെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചിലരോട് ദൈവം ഇടപെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് നിങ്ങൾ കേട്ടോ, ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് ശൗല് കേറി വരുമ്പോൾ തന്റെ കയ്യിൽ പിടിച്ചു കെട്ടാനുള്ള കയറുണ്ട്. ഉണ്ടോ? ഉണ്ട്. 2, തന്റെ കയ്യിൽ അധികാരപത്രമുണ്ട്, നിയമമുണ്ട്. അധികാരപത്രത്തിന് ഇങ്ങനെ കൊടുക്കാം, നിയമം. ഒരു കയ്യിൽ എന്താണ്? പിടിച്ചു കെട്ടാനുള്ള കയർ, ആയുധമാണ്, ആയുധം. മറുകയിൽ എന്താണ്? നിയമമാണ്. ഒരു കയ്യിൽ ആയുധവും മറുകയിൽ നിയമമായി ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് താൻ കടന്നില്ല സമയത്ത് സൂര്യനെ കവിയുന്നൊരു വെളിച്ചം തന്റെ മേൽ അടിച്ചു. തന്റെ അധികാരപത്രം തന്നെ തെറിച്ചു, തന്റെ കയ്യിലെ കയറ് തന്നെ തെറിച്ചു മാറി. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പ്രവചിക്കുക, സഭയ്ക്കെതിരെ കേൾക്കുന്നുണ്ടോ? ദൈവാത്മാവ് ഇടപെടുക. സഭയ്ക്കെതിരെ നിയമമായി രഹസ്യമാണ് രണ്ടായുധം പിടിച്ചു കേറി വരുന്ന ചില വെല്ലുവിളികൾ. 20ാമത്തെ പകൽ സഭയുടെ നാഥൻ ഇറങ്ങി വെട്ടാൻ പോവാ. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ കൈയടിപ്പിക്കാനുള്ള ദൂത് പറയുകയല്ല, പരിശുദ്ധാത്മാവോട് പറയുന്നു. അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് ആരാം സൈന്യം എവിടെയൊക്കെയാണോ പാളയമിറങ്ങുന്നേ അവിടേക്കെല്ലാം പ്രാർത്ഥിച്ച എലീശ ആളുകളെ അയച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് മകൻ ശക്തമായിട്ട് പ്രവചിക്കുകയാണ്. ശത്രു കയറി വരുന്ന ചില മേഖലയിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് മകൻ ഇറങ്ങി വെട്ടാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് മകൻ ചില പ്രതിസന്ധികളെ വെട്ടിമാറ്റ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നരാമേൻ പറ. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, വെറുതെ പറയല്ല. ഞാൻ നിങ്ങളെ കൈയിടിപ്പിക്കാനോ ഒന്നും പറയല്ല. എന്റെ പ്രസംഗത്തിന് ഒരു മൂർച്ച കൂട്ടാനൊന്നും പറയല്ല. പരിശുദ്ധാത്മാവോട് വ്യക്തമായിട്ട് പറയുന്നു, ഇന്ത്യൻ ദൈവസഭയെ, കേരള ദൈവസഭയെ മുഴുവനായിട്ട് പറയുക, ആക്രമിക്കാൻ രഹസ്യമായി കേറി വരുന്ന ചില നിയമങ്ങൾ, രഹസ്യമായി കയറി വരുന്ന ചില ആയുധധാരികൾ,
ആയുധം പിടിച്ച്, കയ്യിൽ നിയമം പിടിച്ച് എങ്ങനെയെങ്കിലും ഇതിനെ അസ്തമിപ്പിക്കണം, എങ്ങനെയെങ്കിലും ആരാധന കെട്ടിപ്പൂട്ടണം എന്നൊക്കെ പറഞ്ഞ് കയറി വരുന്ന ചില വെല്ലുവിളികളെ ഈ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ കർത്താവ് ഇറങ്ങി വെട്ടാൻ പോവാ. കർത്താവ് ഇറങ്ങി, കമോൺ, വിശ്വസിക്കുന്നെങ്കിൽ സഭയുടെ നാഥൻ ഇറങ്ങാൻ പോവാ. സഭയുടെ നാഥൻ, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ, മുഴു രക്തവും സഭയ്ക്ക് വേണ്ടി ഒഴുക്കിയവൻ. കരമടിച്ചൊന്ന് പ്രതികരിച്ച് ഇന്ന് പകൽ ചില വെല്ലുവിളികൾ തകരുന്നു പാസ്റ്ററേ. ഈ യോഗത്തിനകത്ത് ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ശത്രു കൊണ്ടുവരുന്ന ചില പദ്ധതികൾ, ശത്രു കൊണ്ടുവരുന്ന അവന്റെ ചില വെല്ലുവിളി പദ്ധതികൾ, ഇന്ന് പകൽ യോഗത്തിന്റെ 20ാമത്തെ പകൽ എന്ന് ഞാൻ പറയുന്നില്ല, ഈ പ്രാർത്ഥനയുടെ നടുവിൽ തന്നെ ദൈവാത്മാവ് ചിലനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദൈവാത്മാവ് ചിലനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് അഭിഷക്തന്മാരെല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നു. PMG ദൈവസഭ ഇംഗ്ലീഷ് വാർഷിപ്പിൽ ദൈവാത്മാവ് ഇന്ന് പകൽ പ്രവചിച്ചു പറയുന്നു, 2025 മെയ് മാസം 21-ാം തീയതി സഭയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങാൻ പോകുകയാണ്. സഭയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങാൻ പോകുകയാണ്. തിരുസഭയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങാൻ പോകുകയാണ്. കാരണം ഇത് വില കൊടുത്ത് മേടിച്ചതാണ്, വില കൊടുത്ത് സമ്പാദിച്ചതാണ്. അവന്റെ ചങ്ങിലെ മുഴു രക്തം കൊണ്ട് വീണ്ടെടുത്തതാണ് ദൈവസഭ. ഓ, വിശ്വസിക്കുന്നെങ്കിൽ കരമം ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് വരണ്ട മറുപടികളെ വിഴുങ്ങിക്കളയുന്ന ലിവ്യാഥാനെ ദൈവം കാറ്റടിപ്പിച്ച് അവന്റെ തലയെ തകർത്ത് മരുവാസികൾക്ക് കാടപ്പക്ഷിയെ 2 മുഴം ഉയരത്തിൽ അവർ പാർക്കുന്ന പാളയത്തിന് മുമ്പിൽ ദൈവം പറത്തി നിർത്തിയെങ്കിൽ ഇന്ന് പകൽ ആത്മാ വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. വരണ്ട ആത്മാക്കളെ, വരണ്ട നന്മകളെ, വരണ്ട ആത്മീയ പുരോഗതിയെ, വരണ്ട ജനത്തെ വഴിയിൽ തടയുന്ന സകല ലിവ്യാഥാന്റെ ശക്തികളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ഇന്ന് പകൽ പൊളിക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരം ഞാൻ ഇന്ന് പകൽ സഭയ്ക്ക് വേണ്ടിയാ ശുശ്രൂഷിക്കുന്നേ. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, സഭയുടെ വളർച്ചകളെ മുരടിപ്പിച്ച് എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര ആരാധിച്ചാലും ഈ പരിധിയിൽ തന്നെ കിടക്കണം. അടുത്ത പരിധിയിലേക്ക്, അടുത്ത ആത്മീയ അനുഭവത്തിലേക്ക് കിടക്കരുതെന്ന് പറഞ്ഞ് എല്ലാത്തിനും പരിധിയും വെച്ചിരിക്കുന്ന സകല മേഖലകളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. അടുത്തൊരു ആത്മീയ മേഖലയിലേക്ക് സഭ കേറട്ടെ. ഓ, ഏറ്റെടുക്ക്. ബലവും കടുപ്പവുമുള്ള തന്റെ വാളുകൊണ്ട്
ലിവ്യാതാന്റെ തലയെ തകർത്തതുപോലെ ഇന്ന് പകൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വരണ്ട ആത്മാക്കളെ, വരണ്ട മറുപടികളെ, വരണ്ട ആത്മീയ പുഷ്ടികളെ വഴിയിൽ തടയുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളും ഈ പ്രാർത്ഥനയുടെ ഈ പകൽ തകരട്ടെ, തകരട്ടെ, തകരട്ടെ. കർത്താവിന്റെ ചോദ്യം, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവരെ, ദമസ്കോസിൽ ആരെ നശിപ്പിക്കാനാ ശൗല് വരുന്നേ? അവിടെയുള്ള ബിസിനസ്സുകാരെ, പിന്നെ അവിടെയുള്ള ദൈവസഭയെ. അങ്ങനെയല്ലേ? ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ. അപ്പോ ദമസ്കോസിലുള്ള വിശ്വാസികളെ, ദൈവസഭയെ നശിപ്പിക്കാനാണ് ശൗല് കേറി വരുന്നത്. ഞാൻ പറഞ്ഞു അവിടെ ഒരു ദൈവസഭയുണ്ട്. ദൈവസഭയുണ്ടെങ്കിൽ കർത്തൃദാസന്മാരുണ്ട്. ഉണ്ടോ? പറഞ്ഞേ, ഉണ്ട്. കർത്തൃദാസന്മാരുണ്ടെങ്കിൽ വിശ്വാസികളും ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അവിടെ പ്രവചിക്കുന്നവരുണ്ട്. ഉണ്ടോ? ഉണ്ട്. സഭയാണെങ്കിൽ പ്രവചിക്കുന്നവരുണ്ട്, വെളിപ്പാട് കാണുന്നവരുണ്ട്. ഉണ്ടോ? ദർശനം കാണുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അല്ലേ? ദമസ്കോസിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വെളിപ്പാട് കാണുന്നവരുണ്ട്, ദർശനം കാണുന്നവരുണ്ട്, അരുളപ്പാട് പറയുന്നവർ, പ്രവചിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ശൗല് ദമസ്കോസിലുള്ള വിശ്വാസികളെ കൊന്നുപിടിക്കാൻ അധികാരപത്രമായി, കയ്യിൽ നിയമമായി, കയ്യിൽ ആയുധമായി കേറി വരുന്ന വെളിപ്പാട് ആരെങ്കിലും കണ്ടോ? വീണ് കഴിഞ്ഞിട്ടാണ് അന്യാസോട് ദൈവം പറയുന്നത്, അനന്യാസ ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്ലേ? വീണ് കഴിഞ്ഞിട്ടല്ലേ പറയുന്നത്? വീടിന് മുമ്പ് പറഞ്ഞോ? ഇല്ല. അപ്പോ സഭയെ മുടിക്കാൻ, സഭയെ തകർക്കാൻ രഹസ്യമായി കയറി വരുന്നത് സഭയിൽ പ്രവചിക്കുന്നവർ കണ്ടില്ല, വെളിപ്പാട് കാണുന്നവർ കണ്ടില്ല, പ്രാർത്ഥിക്കുന്നവർ കണ്ടില്ല, അവിടുത്തെ കർത്താവിന്റെ ദാസന്മാരോ ഗസ്റ്റ് പ്രീച്ചറോ ആരും കണ്ടില്ല. കണ്ടോ? ഇല്ല. അപ്പോ സഭയുടെ കണ്ണിൽ അത് മറയപ്പെട്ടു. കേറി വരുന്ന വെല്ലുവിളി സഭയുടെ കണ്ണിൽ മറയപ്പെട്ടു. പക്ഷെ അടുത്തതും നിങ്ങൾ ആമേൻ പറയണം. സഭയുടെ കണ്ണിൽ അത് മറയപ്പെട്ടാലും സഭയുടെ നാഥന്റെ കണ്ണിൽ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയാം. നിനക്ക് വെളിപ്പെടുന്ന, നിനക്ക് മുമ്പിൽ വരുന്ന ചില പ്രതിസന്ധികൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് മറയപ്പെടാം, നിങ്ങൾക്കും മറയപ്പെടാം, കുടുംബക്കാർക്കും മറയപ്പെടാം, പാസ്റ്റർമാർക്കും മറയപ്പെടാം. പക്ഷെ സഭയുടെ നാഥന്റെ മുമ്പിൽ ഒന്നും മറവായിരിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ദൂതേറ്റു പറ. ഇന്ന് പകൽ എനിക്കെതിരെ കയറി വരുന്നത് ഒരുപക്ഷെ എന്റെ കണ്ണിൽ മറയായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചത് വെളിപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ സഭയുടെ നാഥൻ, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവന്റെ മുമ്പിൽ അതൊരു മറവായിട്ടില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്നടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 20ാമത്തെ പകൽ ആത്മാവിൽ ചില കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു. ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ച് ദൂതുകളുണ്ടാകാം, അരുളപ്പാടുകളുണ്ടാകാം, ദൈവത്തിന്റെ പ്രവചനം ഉണ്ടാകാം. ചില പ്രതിസന്ധികളെ കുറിച്ച് ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ട് കാണാം. പക്ഷേ നിങ്ങൾക്ക് കയറി വന്ന ചില രഹസ്യ മേഖലകളെ ഒരുപക്ഷെ പ്രവാചകന് വെളിപ്പെട്ടില്ലായിരിക്കാം, പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെട്ടില്ലായിരിക്കാം. സഭയുടെ നാഥന്, നിങ്ങളുടെ ശിരസായവന് അത് മറവായിട്ടിരിക്കില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു പറ. ഈ ദിവസം കർത്താവേ, അങ്ങയ്ക്ക് മുമ്പിൽ മറവായിരിക്കുന്നത് ഒന്നുമില്ല. കരമടിച്ച് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ശൗല് ബെന്യാമിൻ ഗോത്രക്കാരൻ അല്ലേ? ബെന്യാമിൻ ഗോത്രക്കാരനെ കുറിച്ചുള്ള സ്വഭാവത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന ഇങ്ങനെയാണ്. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായ. നമ്മുടെ കർത്താവിന്റെ പേര് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമെന്നാണ്.
ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കടിച്ചു കീർന്ന ചെന്നായെ വലിച്ചു കീറുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹം. മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന് രാമീൻ പറ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ ആത്മാവ് സംസാരിക്കുകയാ. സഭയ്ക്കെതിരെ രഹസ്യമായി കയറുന്ന കരുക്കുകൾ നീക്കുന്ന, എവിടെയൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കണം, എവിടെയൊക്കെ തകർക്കണം എന്ന് വിചാരിച്ചു കയറി വരുന്ന ചില വെല്ലുവിളികളെ സഭയുടെ നാഥൻ ഇന്ന് പകൽ ഇറങ്ങി വെട്ടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഒന്നാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവസഭ. രണ്ടാം അധ്യായത്തിൽ സഭ മന്ദിരമാണ്. മന്ദിരം എന്ന് പറയാൻ പറ്റില്ല, വളരുന്ന മന്ദിരമാണ്. എന്താണ്? ഒന്നാം അധ്യായം അവസാന വാക്യം ഒന്ന് വായിച്ചേ. രണ്ടാം അധ്യായം അവസാന വാക്യം. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. സഭ വിശുദ്ധ മന്ദിരമായി വളരുന്ന മന്ദിരമാണ്. വളരുന്ന, തകരുന്ന മന്ദിരമല്ല, തളരുന്ന മന്ദിരമല്ല. സഭ വളരുന്ന മന്ദിരമാണ്. കേൾക്കുന്നുണ്ടോ? സഭ വളരുന്ന മന്ദിരമാണ്. എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? പൗലോസ് പറഞ്ഞു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. സഭ വളരുന്ന മന്ദിരമാണ്. 12 നിന്ന് 70ലേക്ക്, 70 നിന്ന് 120ലേക്ക്, 120 നിന്ന് 3000ലേക്ക്, 3000 നിന്ന് 5000ലേക്ക്, 5000 നിന്ന് സഭ ദിനം പ്രതി പെരുകി വന്നെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഈ 2025 ഈ പകലും ഇവിടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ സഭയുടെ കണക്ക് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ദൈവസഭയിൽ ആളുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയാം. സഭ വളരുന്ന മന്ദിരമാണ്. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, സഭ വളരുന്ന മന്ദിരമാണ്. ദൈവസഭയുടെ നടുവിൽ നിന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇത് വളരുന്ന മന്ദിരമാണ്. കാരണം ഇത് വളരുന്ന മന്ദിരം എന്ന് പറയാൻ കാര്യം, ഇത് ചത്ത ഒരു വ്യക്തിയിൽ പണിതിരിക്കുന്നതല്ല, മറിച്ച് പത്രോസ് പറഞ്ഞു, ജീവനുള്ള കല്ലിനാൽ അതിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ്. ജീവനുള്ള കല്ലാണ് ദൈവസഭയുടെ അടിസ്ഥാനം. അതുകൊണ്ട് സഭ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഹല്ലേലൂയ. സഭ വളരുന്ന മന്ദിരമാണ്. ഇനി മൂന്നാമത്തത്, സഭ മർമ്മമാണ്. സഭ മർമ്മമാണ് എന്ന് പറയുന്നത് എന്താർത്ഥം? ഇന്ന് പകൽ രൂപപ്പെട്ട, അല്ലെങ്കിൽ 2025 മെയ് മാസം 21-ാം തീയതി രൂപപ്പെട്ട ഒരു പ്രതിഭാസമല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് അനാദികാലം മുമ്പിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് മറഞ്ഞുകിടന്ന മർമ്മമാണ്. അല്ലേ? ആദാമിൽ ഹവ്വ മറയപ്പെട്ടതുപോലെ യേശുക്രിസ്തുവിൽ മറയപ്പെട്ട മർമ്മമാണ് ദൈവസഭ. അല്ലേ? ദൈവസഭ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് മറഞ്ഞുകിടന്ന മർമ്മമാണ്. ഇന്ന് പകൽ സന്തോഷിക്കാൻ വകയുണ്ട് ആ വാക്യം വായിക്കുമ്പോൾ. ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് മറഞ്ഞുകിടന്ന മർമ്മമാണ് ദൈവസഭയെങ്കിൽ, അനാദികാലം മുമ്പേ നാം ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞുകിടന്ന മർമ്മമാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. നാം സാധാരണക്കാരല്ല, മറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് കർത്താവ് നമ്മെ മറച്ചിട്ടിരുന്ന മർമ്മമാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നാം സാധാരണക്കാരല്ല പ്രിയപ്പെട്ടവരെ. ഈ ദേശത്ത് നാം സാധാരണക്കാരല്ല, നാം പാർക്കുന്ന ഇടത്ത് നാം സാധാരണക്കാരല്ല. എല്ലാവരും നമ്മെ കളിയാക്കുമായിരിക്കാം, ആക്ഷേപിക്കുമായിരിക്കാം, ശബ്ദം കൂടിയെന്നും കുറഞ്ഞുമെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമായിരിക്കാം, വെറുതെ കൈയടിക്കാൻ പോകുന്നവരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമായിരിക്കാം. പക്ഷെ അഭിമാന പുരസരം തല ഉയർത്തിപ്പിടിച്ചു പറയണം, ഞാൻ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് മറഞ്ഞു കിടന്ന മർമ്മമാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ.
4-ാം അധ്യായത്തിൽ, എനിക്ക് വേഗത്തിൽ ഒരു കാര്യം വിശദീകരിക്കണം, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വരികയാണ്. 4-ാം അധ്യായത്തിൽ സഭ എന്ന് പറയുന്നത് പുതു മനുഷ്യനാണ്. 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. 4-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നത് നാം സത്യത്തിന്റെ ഫലമായ വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവി. ദൈവസഭ എന്ന് പറയുന്നത് പുതു മനുഷ്യനാ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്ന പോലെ, എല്ലാവരും കാര്യങ്ങൾ നോക്കിക്കാണുന്നത് പോലെ, എല്ലാവരും സംസാരിക്കുന്നത് പോലെ, എല്ലാവരും വിഷയത്തിനകത്ത് ഇടപഴകുന്നത് പോലെ നമുക്ക് ഇടപഴകാനോ സംസാരിക്കാനോ, നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ഒന്നും ചോദിച്ച് കാര്യങ്ങളൊന്നും എന്താ പറയുന്നത്, ആ കാര്യങ്ങൾക്കകത്തേക്കൊന്നും ഇൻക്ലൂഡ് ആകാനോ ഒന്നും അനുവാദമില്ല. നമുക്കൊരു പ്രമാണമുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്കൊരു പ്രമാണമുണ്ട്. ദൈവസഭ തുറന്നിട്ടിരിക്കുന്ന ഒരു തോട്ടമല്ല, അടച്ചിട്ട. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? എല്ലാവരും സംസാരിക്കുന്ന പോലെ, എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, എല്ലാവരും നടക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ, സംസാരിപ്പാൻ, ചിന്തിപ്പാൻ ഒന്നും അനുവാദമില്ല. നമുക്ക് ചിന്തിപ്പാൻ, നമുക്ക് സംസാരിപ്പാൻ, നമുക്ക് നടക്കാൻ ദൈവവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ എഴുതി തന്നിട്ടുണ്ട്. അതനുസരിച്ച് വേണം നാം നടക്കാൻ, അതനുസരിച്ച് വേണം നാം സംസാരിക്കാൻ, അതനുസരിച്ച് വേണം നാം കാര്യങ്ങൾ വിലയിരുത്താൻ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ സഭ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിനകത്ത് ദൈവസഭയ്ക്ക് ഈ പകൽ സത്യമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് ഹൃദയത്തിനകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ. എല്ലാവരും നടക്കുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ, സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിപ്പാൻ അനുവാദമില്ല. നാം ക്രിസ്തുവിൽ പുതു മനുഷ്യനാണ്. ദൈവസഭ പുതു മനുഷ്യനാണ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. പൗലോസ് പറഞ്ഞു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. മണവാട്ടി ചെയ്യേണ്ടത് ഏത് സമയവും കർത്താവിനെ കാത്തിരിക്കുകയാണ്. ഏത് സമയവും മണവാട്ടി കാത്തിരിക്കുന്നത് പോലെ ക്രിസ്തു ദൈവസഭയ്ക്ക് ദൈവം പകർന്നിരിക്കുന്ന ഏറ്റവും കരുത്തേറിയ ഒരു ഉപദേശം എന്ന് പറയുന്നത് നാം ഏത് സമയവും കർത്താവിനെ കാത്തിരിക്കണം, കാന്തനെ കാത്തിരിക്കണം, നമ്മുടെ മണവാളനെ കാത്തിരിക്കണം. ലോകത്തിന്റെ ചിന്തകളിലേക്ക് നാം ഇടപഴകരുത്. ലോകത്തിന്റെ വികാരങ്ങളിലേക്ക് നാം പട്ടുപോകരുത്. നമ്മുടെ കാത്തിരിപ്പ് മുഴുവൻ നമ്മുടെ സ്നേഹമണവാളനായ, നമ്മുടെ പ്രേമമണവാളനായ നമ്മുടെ കർത്താവിനോടാകണം. നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഇനി 6-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത് നാം സഭ എന്ന് പറയുന്നത് പടയാളിയാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകാധിപതിയോടും സുർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അടുത്തത്, അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അടുത്ത പൗലോസ് വ്യക്തമാക്കുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം സമാധാനത്തിന് ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അടുത്തത്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. അടുത്തത്, നിങ്ങളുടെ കയ്യിൽ വചനമെന്ന വാള്, രക്ഷയെന്ന ശിരസ്ത്രം. അടുത്തത്, ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അവിടെ പൗലോസ് വ്യക്തമാക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം, ദൈവസഭ പടയാളിയാണ്. കേൾക്കുന്നുണ്ടോ? ദൈവസഭ പടയാളിയാണ്. പടയാളി ഏത് സമയവും ഉറങ്ങിയിരിക്കണം, ഏത് സമയവും അലസരായിരിക്കണം എന്നാണോ? അല്ല, പടയാളി ഏത് സമയവും ഉണർന്നിരിക്കണം. ഞാൻ ഒരു യുദ്ധം ഈ ദിവസങ്ങൾ കണ്ടതേയുള്ളൂ. നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ സൈനികരൊക്കെ വളരെ ജാഗരൂകരായി ഈ ദിവസങ്ങളിൽ യുദ്ധം ചെയ്ത കാര്യങ്ങളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഏത് സമയവും പടയാളി ഉണർന്നിരിക്കണം. ശത്രു ഏത് സമയത്തിലാണ് ആക്രമണങ്ങൾ അയക്കുന്ന നമുക്കറിയില്ല. ഈ ആക്രമണങ്ങളെ ജയിക്കണമെങ്കിൽ, ഈ വെല്ലുവിളികളെ ജയിക്കണമെങ്കിൽ നാം ഏത് സമയം ഉണർന്നിരിക്കണം. നമുക്ക് ദൈവം ആയുധം പരമേൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആക്രമിക്കാനുള്ള ആയുധമുണ്ട്, പ്രതിരോധിക്കാനുള്ള ആയുധമുണ്ട്. വിശ്വാസം കൊണ്ട് ചിലതിനെ പ്രതിരോധിക്കണം.
മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരാമേൻ പറ. വചനം കൊണ്ട് ചിലനെ വെട്ടണം. മനസ്സിലാകുന്നവർ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പൈശാചിക തന്ത്രങ്ങളെ ജയിക്കാനാണ്. വചനം നമുക്ക് തന്നിരിക്കുന്നത് വചനം അനുസരിച്ച് ജീവിക്കാനാണ് എന്ന് മാത്രമല്ല, വചനത്തിലൂടെ ചില പൈശാചിക പ്രലോഭനങ്ങളെ നാം വെട്ടിക്കളയണം. മനസ്സിലാകുന്നെങ്കിൽ ചേർന്നൊരാമേൻ പറയാ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നമ്മുടെ കർത്താവ് ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് ശത്രു പല ആവർത്തിയിലും തന്ത്രങ്ങളുമായി യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് യേശു വചനം കൊണ്ട് അതിനെയെല്ലാം വെട്ടി പിശാചിനെ ജയം നേടിയെടുത്തതുപോലെ നമുക്ക് നേരെ ഈ ദിവസം പോരാടുന്ന ചില പ്രലോഭനങ്ങൾ, ചില വെല്ലുവിളികൾ, അതിനെ ജയിക്കണം, അതിനെ മുൻപോട്ട് ജയിച്ച് മുന്നേറണമെങ്കിൽ വചനമെന്ന ആയുധം പിടിച്ചതിനെ വെട്ടിക്കളയണം. മനസ്സിലാകുന്നെങ്കിൽ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ ദിവസം പടയാളിയാണ് ദൈവസഭ. പടയാളി മങ്ങിയും മയങ്ങിയും ഇരിക്കേണ്ട കാലഘട്ടമല്ലിത്. പടയാളി ഉണർന്നിരിക്കേണ്ട കാലഘട്ടമാണിത്. പടയാളി ഉണർന്നിരിക്കുകയാണ്. ഏത് സമയവും യുദ്ധമുണ്ടാകും, ഏത് സമയവും പോരാട്ടമുണ്ടാകും. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല. ഈ ദിവസങ്ങൾ പോരാട്ടങ്ങൾ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ അത് സാത്താന്റെ മേഖലകളാണ്. അതിനെ ജയിക്കണമെങ്കിൽ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. സന്തോഷമുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ശക്തിയോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഭ പടയാളി. ഇനി അടുത്ത മേഖലയിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കാൻ പോകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദീകരണം എനിക്ക് പറയാൻ സമയമില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മ നൽകുന്ന ശ്രേഷ്ഠമായ ഈ വചനത്തെ ആസ്പദീകരിച്ച് ശ്രേഷ്ഠമായ ഒരു സന്ദേശമുണ്ട്. അത് ഞാൻ തുടർന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, എഫെസോസ് എന്ന് പറയുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട 2 പ്രാർത്ഥനകൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. 2 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ 2 ഈ അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ പൗലൂസിന്റെ ഈടുറ്റ, കരുത്തുറ്റ, ഏറ്റവും മികവുറ്റ 2 പ്രാർത്ഥനകൾ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ച്, പൗലൂസ് എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്? പറ, പൗലൂസ് എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്? കാരാഗൃഹത്തിലാണ്. കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലൂസിന്റെ 2 അതിശക്തമായ പ്രാർത്ഥനകൾ പുറത്തു വരുന്നത്. 4 കരുത്തുറ്റ ലേഖനങ്ങൾ പുറത്തു വരുന്നത്. അല്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പൊ പൗലൂസ് കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്താണ് എഫെസോസ് ദൈവസഭയ്ക്ക് വേണ്ടി പൗലൂസ് പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ കാരാഗൃഹം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നല്ല സൗകര്യങ്ങൾ ഉള്ള സ്ഥലമാണോ? ആണോ? ഇങ്ങനെ ഫാൻ ഉണ്ടോ? എല്ലാം നല്ല ചുറ്റുപാടാണോ കാരാഗൃഹം? ഇനി കാരാഗൃഹത്തിൽ കിടക്കുന്നവർ ആരൊക്കെയാണ്? മിടുക്കന്മാരാണോ? കഴിവുള്ളവരാണോ? നല്ല പ്രാപ്തിയുള്ളവരാണോ? അല്ല. കാരാഗൃഹത്തിൽ കിടക്കുന്നവർ ഒരുപക്ഷെ മോഷ്ടാക്കളായിരിക്കാം, അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ ലഹരി ഉണ്ടാക്കിയവരായിരിക്കാം, കൊലപാതകം ചെയ്തവരായിരിക്കാം. അല്ലേ? അവരൊക്കെയല്ലേ കാരാഗൃഹത്തിൽ? ഇങ്ങനെ കാരാഗൃഹത്തിൽ പൗലൂസ് കിടക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്നവരാരും ആത്മീയ അന്തരീക്ഷമുള്ളവരാണോ? അല്ല. ആർക്കും ഒരു ആത്മീയ ചലനം പോലും ഇല്ലാത്തവരാ. അല്ലേ? എല്ലാ തരത്തിലും പരിപരുത്ത ഒരു സാഹചര്യമാണ്, പരിപരുത്ത ഒരു അന്തരീക്ഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? വായ തുറന്നൽ അസഭ്യം പറയുന്ന ഒരു വല്ലാത്ത കാലാവസ്ഥയുടെ നടുവിലാണ് പൗലൂസ് കാരാഗൃഹത്തിൽ കിടക്കുന്നത്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് താനും അസഭ്യം പറഞ്ഞാണോ? താനും ദൈവത്തെ പടിചാരിയെന്നാണോ? അല്ല. വേദപുസ്തകം പറയുന്നത് കാരാഗൃഹത്തിൽ കിടന്ന് ദൈവസഭയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവനെ പശ്ചാത്തലങ്ങൾ ബാധിക്കില്ല. പ്രാർത്ഥിക്കുന്നവനെ പ്രതിസന്ധികൾ ബാധിക്കില്ല. പ്രാർത്ഥിക്കുന്നവനെ സാഹചര്യങ്ങൾ ബാധിക്കില്ല. പ്രതിസന്ധികൾ, സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ എത്ര കലുഷിതമായാലും പ്രാർത്ഥിക്കുന്നവൻ ഏത് കാരാഗൃഹത്തിലും പ്രാർത്ഥിച്ചിരിക്കും. ഞാൻ പറയാറില്ലേ, ഇന്നൊരു അന്തരീക്ഷം ഇല്ലായിരുന്നു എന്ന്? അല്ലേ? ഇന്നൊരു അന്തരീക്ഷമില്ല എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്നത് ഈ അന്തരീക്ഷം നാം തന്നെ ഉണ്ടാക്കുന്നതാണ്. അല്ല, അന്തരീക്ഷം നാം തന്നെ ഉണ്ടാക്കുന്നതല്ല. ദൈവമാണ് അന്തരീക്ഷങ്ങളെ, ആത്മീയ അനുഭവങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽ പറയുന്നു, എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിലും, എത്ര പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിലും, അതിൻ്റെ നടുവിൽ നാം പ്രാർത്ഥിക്കാൻ
മുട്ടുമടക്കണം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര താല്പര്യമാണ്. എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നാം സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുന്ന സമയത്ത്, എല്ലാ വാതിലുകളും അടയുന്ന സമയത്ത്, എല്ലാവരും നമുക്ക് പ്രതികൂലമായി സംസാരിക്കുന്ന സമയത്ത്, ആ പ്രതിസന്ധിയുടെ മേഖലയിൽ നാം ദൈവത്തിൽ മുട്ടുമടക്കണം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. അടുത്ത് കിടക്കുന്നവരൊന്നും ആത്മീയ തികവുള്ളവരല്ല, ആത്മീയ അന്തരീക്ഷമുള്ളവരല്ല. എല്ലാവരും അസഭ്യം പറയുന്നവരാണ്, എല്ലാവരും ശാപവാക്കുകൾ പറയുന്നവരാണ്, എല്ലാവരും നിരാശയുടെ വാക്കുകൾ പറയുന്നവരാണ്. പക്ഷെ അവിടെ കിടന്നും പൗലോസ് എഫെസോസിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രാർത്ഥിക്കുന്നവനെ സാഹചര്യങ്ങൾ ബാധിക്കില്ല, പ്രാർത്ഥിക്കുന്നവനെ പശ്ചാത്തലങ്ങൾ ബാധിക്കില്ല. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുന്നു, നിന്റെ കൂടാരത്തിനകത്ത് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും അവിടെ നീ മുട്ടുകുത്തണം. Come on, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. മേദിയ പാർഷ്യ വാഴുന്ന മണ്ണ്, ആ മണ്ണിനകത്ത് ദാരിയാവേശ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 120 ദേശാധിപതിമാരുണ്ട്. 120 ദേശാധിപതിമാർക്ക് 3 അധ്യക്ഷന്മാരുണ്ട്. 3 അധ്യക്ഷന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് ദാനിയേൽ. ദാനിയേൽ ദൈവസന്നിധിയിൽ താൻ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഉത്കൃഷ്ടമാനസനായ, എല്ലാ തരത്തിലും ശ്രേഷ്ഠനായ ദാനിയേലിനെ രാജാവ് അങ്ങ് സ്നേഹിച്ചു. രാജാവ് സ്നേഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു വല്ലാത്ത അസൂയയായി മാറി. മറ്റുള്ളവർ പറഞ്ഞു, ഇങ്ങനെ രാജാവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് വകവരുത്തണം. എല്ലാ കാര്യവും തീരുമാനിച്ചു, പക്ഷെ വകവരുത്താൻ ഒരു പദ്ധതിയും രൂപപ്പെടുന്നില്ല. പെട്ടെന്ന് അവർ രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയുണ്ട്. 30 ദിവസത്തിൽ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ, മറ്റാരോടും പ്രാർത്ഥിക്കാൻ, അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനൊന്നും അനുവാദമില്ല. ഇങ്ങനെ നീക്കം വരാത്തൊരു നിയമം മേദിയ പേർഷ്യ തയ്യാറാക്കി രാജാവിൻ്റെ ഒപ്പിടിയിച്ച് ഈ നിയമം രാജ്യത്ത് പ്രസിദ്ധമാക്കുമ്പോൾ, ഈ നിയമം കേട്ട ഉടനെ ദാനിയേൽ ചെയ്തൊരു കാര്യമുണ്ട്. താൻ പതിവ് ചെയ്തു വന്നതുപോലെ ചെയ്തു വന്നതുപോലെ തന്നെ താൻ ആ കിളിവാതിൽ തന്റെ മുറിക്കകത്ത് കയറി യെരൂശലേമിലൊക്കെ കിളിവാതിൽ തുറന്നിട്ടിട്ട് താൻ പതിവ് ചെയ്തു വന്നതുപോലെ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതാ ഈ കാഴ്ച മറ്റുള്ള വിരോധികൾ കണ്ടിട്ട് രാജാവിന്റെ അടുക്കൽ ചെന്ന് കാര്യം ബോധിപ്പിച്ചു. രാജാവേ, നിന്റെ നിയമം ഇങ്ങനെ പറയുന്നേ, 30 ദിവസത്തിനകത്ത് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ. പക്ഷേ ഇവൻ ദാനിയേൽ ചെയ്ത കാര്യം ശ്രദ്ധിച്ചേ, ഇവൻ അവന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത് നിമിത്തം ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിടാൻ രാജാവിന്റെ ആജ്ഞ വരികയാ. രാജാവിന് അതിന് സമ്മതമില്ലായിരുന്നെങ്കിലും നിയമമനുസരിച്ച്, മേദിയ പേർഷ്യയുടെ നിയമമനുസരിച്ച് എഴുതിയതും നിയമമെന്ന നിലവാരത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിടാൻ ആഗ്രഹിക്കുന്നു. സിംഹക്കുഴിയിലേക്ക് അവനെ തള്ളിയിടുന്നു. അന്ന് രാത്രി രാജാവ് ഉറങ്ങിയില്ല. മറ്റുള്ളവരെല്ലാം ഉല്ലസിച്ച് കാണാം, എല്ലാവരും സന്തോഷിച്ച് കാണാം. എന്താ സന്തോഷിച്ച കാര്യം എന്ന് അറിയാമോ? പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ മുടിച്ചു കളഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഇല്ലാതാക്കിയല്ലോ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഞങ്ങൾ തകർത്തല്ലോ എന്ന് പറഞ്ഞുള്ള സന്തോഷത്തിന്റെ പാട്ടുകൾ സ്വന്തം വിരോധിയുടെ കൂടാരത്തിനകത്ത് പൊങ്ങുന്നുണ്ടായിരിക്കാം. പക്ഷെ രാജാവ് അന്ന് രാത്രി ഉറങ്ങിയില്ല. പ്രഭാതത്തിൽ വന്ന് രാജാവ് ഒരു സ്വന്തം തന്റെ വായ തുറന്ന് ദാനിയോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്കറിയാം. പെട്ടെന്ന് അങ്ങ് ആ കുഴിയിൽ കിടന്നുകൊണ്ട് ദാനിയേൽ പറയുന്ന വാക്ക്, രാജാവ് ദീർഘായുസ്സുള്ളവനായിരിക്കട്ടെ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. ഞാൻ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ദൈവസഭയോട് ദൂത് പറയുക, ഏത് പ്രതിസന്ധി നടുവിൽ നീ പ്രാർത്ഥിക്കാൻ വായ തുറന്നാൽ, ഏത് പ്രതിസന്ധിയുടെ വായെ നിനക്ക് വേണ്ടി അടയ്ക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറഞ്ഞേ. 2025 പ്രതിസന്ധിയുടെ നടുവിലാണോ പ്രാർത്ഥിക്കാൻ നീ വായ തുറന്നത്? നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ വായടയപ്പെടാൻ പോകുകയാണ്. നിന്റെ വായ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ വായ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നാൽ പ്രതിസന്ധിയുടെ വായ ദൈവം അടച്ചു കളയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമം നടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്നവനെ പശ്ചാത്തലങ്ങൾ ബാധിക്കില്ല, പ്രാർത്ഥിക്കുന്നവനെ പോരാട്ടങ്ങൾ ബാധിക്കില്ല, പ്രാർത്ഥിക്കുന്നവനെ എതിരുകൾ ബാധിക്കില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമം നടിച്ച്
റബഹത്തര ജഗൽകരാധിയാര ശംദൽകരാധിയ. ഇനി പ്രാർത്ഥന ശബ്ദം നിങ്ങൾ കേട്ടോ. എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാരാഗൃഹത്തിൽ കിടന്ന പൗലൂസ് ദൈവസഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന വാചകം, അതു നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? എഫെസോസിലുള്ള സഭയിൽ ഉള്ള 2 കാര്യമാണ് പൗലൂസ് കാരാഗൃഹത്തിൽ വെച്ച് കേൾക്കുന്നത്. എപ്പപ്രാസ് മുഖാന്തരമാണ്. എപ്പപ്രാസ് മുഖാന്തരം ദൈവസഭയെക്കുറിച്ച് കേൾക്കുന്ന 2 കേൾവികൾ. ഒന്ന്, വിശുദ്ധന്മാരോടുള്ള സ്നേഹം ആ ദൈവസഭയ്ക്കകത്തുണ്ട്. 2, യേശുവിലുള്ള വിശ്വാസമുണ്ട്. ഈ കേൾവി ഭയങ്കരമല്ലേ? ഈ കേൾവി അനുഗ്രഹിക്കപ്പെട്ട കേൾവിയല്ലേ? PNG ദൈവസഭയെക്കുറിച്ച് ദേശത്ത് കേൾക്കേണ്ട കേൾവി ഇതാ. 1, ആ സഭ വിശ്വാസമുള്ള സഭയാ. 2, സ്നേഹമുള്ള സഭയാ. വിശ്വാസം ദൈവത്തിലും സ്നേഹം ദൈവത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അന്യോന്യവും അല്ലേ? വിശുദ്ധന്മാരോടുള്ള സ്നേഹം അങ്ങനെയാ വ്യക്തമാക്കുന്നത്. അപ്പൊ ദൈവസഭയെക്കുറിച്ച് കേൾക്കേണ്ട 2 കേൾവി. 1, ദൈവസഭ വിശ്വാസമുള്ള സഭയാണ്. 2, സ്നേഹമുള്ള സഭയാണ്. കൊരിന്ത് ദൈവസഭയെക്കുറിച്ചുള്ള കേൾക്കുന്ന കേൾവി എന്താ? വിശ്വാസമുള്ള കേൾവിയാണോ? സ്നേഹമുണ്ടെന്നാണോ? അല്ല. കൊരിന്ത് ദൈവസഭയെക്കുറിച്ച് കേൾക്കുന്ന കേൾവി അവിടെ കേസാണ്. അവിടെ കേസാണ്. അവിടെ ഭിന്നതയാണ്. അവിടെ അശുദ്ധിയാണ്, മ്ലേച്ഛതയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? പക്ഷേ കൊരിന്ത് ദൈവസഭയെക്കുറിച്ചുള്ള പൊതുവിലുള്ള കേൾവി അങ്ങനെയാണെങ്കിൽ എഫെസോസ് ദൈവസഭയെക്കുറിച്ചുള്ള കേൾവി, ആ ദൈവസഭയ്ക്കകത്ത് വിശ്വാസമുണ്ട്, ആ ദൈവസഭയ്ക്കകത്ത് സ്നേഹമുണ്ട്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയെക്കുറിച്ചുള്ള കേൾവി അങ്ങനെയായിരിക്കണം. അവിടെ പണമുള്ളവരുണ്ടെന്ന് മാത്രമല്ല, അവിടെ കരുത്തുള്ളവർ എന്ന് പറയുന്ന കേൾവിയല്ല. കേൾക്കുന്നുണ്ടോ? അവിടെ മുഴുവൻ കൂടി വരുന്ന ബിസിനസ് അങ്ങനെയുള്ള കേൾവിയല്ല. നമ്മുടെ സഭയെക്കുറിച്ചുള്ള കേൾവി, ആ ദൈവസഭയ്ക്കകത്ത് ദൈവസ്നേഹമുണ്ട്, തമ്മിൽ സ്നേഹമുണ്ട്, 2 വിശ്വാസമുണ്ട് ദൈവസഭയ്ക്ക്. ഒരു പക്ഷിയുടെ 2 ചിറകെന്ന വണ്ണം, ഒരു നാണയത്തിന്റെ 2 വശമെന്ന വണ്ണം അതിശയകരമായ ജോഡിയാണ് ദൈവസഭയിലെ സ്നേഹവും 2 വിശ്വാസവും. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഈ എഫേസ്യ ലേഖനം പൗലൂസ് കാരാഗൃഹത്തിൽ നിന്ന് റോമിലെ കാരാഗൃഹത്തിന്റെ റോമിലെ തന്റെ ആരംഭകാലത്തെ കാരാഗൃഹവാസത്തിൽ താൻ എഴുതുന്ന ലേഖനമാണ്. അപ്പൊ കാരാഗൃഹത്തിൽ കിടന്ന ആരംഭകാലത്തിൽ എഴുതി. വിശുദ്ധന്മാരുള്ള സ്നേഹമുണ്ട്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് യോഹന്നാന് ദൈവിക ദർശനങ്ങൾ കൊടുത്ത് എഴുതിക്കൊണ്ട് വരുമ്പോൾ അവിടെ എഴുതി വെക്കുന്ന ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട് എന്ന് പറയുന്നത് എന്താർത്ഥം? തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കര സ്നേഹമായിരുന്നു. വിശുദ്ധന്മാരോട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലുമൊക്കെ ഭയങ്കര കൂട്ടായ്മയായിരുന്നു. ആണോ? അതെ. പക്ഷെ വന്ന് അവസാനത്തിലായപ്പോ പത്മോസിൽ കിടന്ന് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. എഫെസോസ് സഭയോട് പറയണം, നിന്റെ ആദ്യ സ്നേഹം. കേൾക്കുന്നുണ്ടോ? ലേഖനത്തിന്റെ ആ പൗലൂസിന്റെ ആരംഭകാല കാരാഗൃഹവാസത്തിൽ എഴുതി വെച്ചു, ആ സഭ സ്നേഹത്തിൽ നിറഞ്ഞ സഭയാണ്. പക്ഷെ വന്ന് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറ്റം പറയാനുണ്ട് പറഞ്ഞിട്ട്, നീ ഇതിൽ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും. എന്താ വാക്കിന്റെ അർത്ഥം? ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ തിരിയെടുത്തു മാറ്റുന്നല്ല, എണ്ണ എടുത്തു മാറ്റുന്നല്ല, മറിച്ച് നിലവിളക്ക് മാറ്റും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. തിരി മാറ്റിയാൽ വീണ്ടും ഇടാം,
എണ്ണ മാറ്റിയാൽ വീണ്ടും ഒഴിക്കാം, പക്ഷെ വിളക്ക് മാറ്റിയാൽ, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇടപെടുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക്, മനസ്സിലാകുന്നുണ്ടോ? കർത്താവിനുള്ള കൂട്ടായ്മയിലെ ആദ്യ സ്നേഹത്തിലേക്ക്, ആരാധനയുടെ ആദ്യ സ്നേഹത്തിലേക്ക്, ആത്മീയ വർദ്ധനവിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരട്ടെ. സന്തോഷമുണ്ടെങ്കിൽ രാമീൻ പറ. നമ്മുടെ ദൈവസഭയെ കുറിച്ച് കേൾക്കേണ്ട കേൾവി അത് വഴക്കുള്ള ദൈവസഭയെന്നല്ല, അത് ഭിന്നതയുള്ള ദൈവസഭയെന്നല്ല, അത് സ്നേഹമുള്ള ദൈവസഭയാണ്, അത് വിശ്വാസമുള്ള ദൈവസഭയാ. പൗലോസ് അവിടെ കാരാഗ്രഹത്തിൽ വെച്ച് കേൾക്കുക, എപ്പപ്രാസ് മുഖാന്തരം ആ ദൈവസഭയെ കുറിച്ച് എന്തുണ്ട് പറയാൻ? സ്നേഹമുണ്ട്. രണ്ട് പറഞ്ഞേ, വിശ്വാസമുണ്ട്. വിശ്വാസമുള്ള സ്നേഹമുള്ള ദൈവസഭ ഇങ്ങനെ ദേശത്ത് ശക്തിയോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ആ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാരാഗ്രഹത്തിൽ ദൈവം ഒരു പൗലൂസിനെ ഉപയോഗിക്കുക. മനസ്സിലാകുന്നോ? ദൈവസഭ സ്നേഹം നിറയപ്പെട്ടാൽ, ദൈവസഭ വിശ്വാസം നിറയപ്പെട്ടാൽ, നിങ്ങൾ പോലും അറിയാത്ത ചിലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറ. എത്ര പേർക്ക് സന്തോഷത്തോടെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭ സ്നേഹം നിറയപ്പെട്ട് വിശ്വാസം നിറയപ്പെട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇതാ പൗലൂസ് ദൈവസഭയ്ക്ക് വേണ്ടി വളരെ ആവലോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാചകങ്ങൾ പറഞ്ഞ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്, രണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ദൈവസഭ പ്രാപിക്കണം. ഒന്ന്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ. പൗലൂസ് അവിടെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവിടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തുണ്ടായി അവർക്ക്? പറ. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ പ്രവചിച്ചു, അന്യഭാഷ പറഞ്ഞു, അതിനുശേഷം പ്രവചിച്ചു. അപ്പോൾ അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച് ആത്മാവ് നിറഞ്ഞ സഭയോട് പൗലൂസ് പറയുന്നു, നിങ്ങൾ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തൊരു പ്രകാശനം ഉണ്ടാകണം. വീണ്ടും ആത്മാവിൻ്റെ ഒരു വലിയ പ്രകാശനം ഉണ്ടാകണം. അടുത്തത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. അതിന്റെ ശക്തമായ വ്യാഖ്യാനമാണ് 3-ാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നത്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. അകത്ത മനുഷ്യൻ ബലപ്പെടണം. ഈ രണ്ട് കാര്യങ്ങൾ ദൈവസഭ പ്രാപിച്ചാൽ 3 അറിവ് ദൈവസഭയ്ക്കകത്തുണ്ടാകും. ഒന്നാമത്തെ അറിവ് അവിടെ ഇങ്ങനെ വായിക്കുന്നേ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമ ധനമിന്നെന്നും. അപ്പോൾ ഈ വെളിപ്പാടും ജ്ഞാനവും ഒക്കെ പ്രകാശിച്ചാൽ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമുക്കുണ്ടാകുന്ന രണ്ടറിവ്. എന്തിനാണ് നമ്മെ ദൈവം വിളിച്ചത്? അവിടെ എഴുതിയിരിക്കുന്ന വിളിയാലുള്ള ആശയിന് എന്ന്. രണ്ട്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനമിന് എന്ന്. ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വാക്യം, അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, ഒന്ന് വായിച്ചേ നിങ്ങൾ എല്ലാവരും, ഒന്ന് വായിച്ചേ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഓ, സന്തോഷത്തോടെ ഹല്ലേലൂയ. വെളിപ്പാടിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ 3 അറിവ് സഭയ്ക്ക് ഉണ്ടാകും. ഒന്ന്, ദൈവം എന്തിനാ എന്നെ വിളിച്ചേ? അവന്റെ വിളിയാലുള്ള ആശ എന്നതാണ്. അടുത്തത്, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്നതാണ്. ഇനി 3, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, ആ വാക്കൊന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടെ, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം മനസ്സിലാകുന്നെങ്കിൽ ചേർന്നൊരു ഹല്ലേലൂയ പറ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. പഴയ നിയമം നിങ്ങൾ പരിശോധിച്ചാൽ, പഴയ നിയമത്തിൽ മോശ ദൈവത്തിന്റെ അടുക്കച്ച് നിൽക്കുമ്പോൾ മോശ ചില പരാതികൾ സംഖ്യാപുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്. ഈ ജനത്തെ മുഴുവൻ ഞാൻ ഗർഭം ധരിച്ചുവോ? ഈ ജനത്തെ മുഴുവൻ ഞാൻ നയിക്കണോ? ഈ ജനത്തിന്റെ ഭാരം മുഴുവൻ ഞാൻ ഏറ്റെടുക്കണോ എന്ന് പറയുമ്പോൾ ദൈവം മോശയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മോശേ, ഈ ജനത്തിന് ഞാൻ ആഹാരം കൊടുക്കാൻ പോകുകയാ. ആഹാരം കൊടുക്കുന്ന 1 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 1 മാസം ആഹാരം
ആഹാരം കൊടുക്കാൻ പോകുകയാ. ഒരു മാസം ആഹാരം കൊടുക്കാൻ എന്ന് പറയുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നതിനുമുണ്ട്, ഇത്രയും ജനത്തിന്, ഇത്രയും ലക്ഷം ജനത്തിന് എങ്ങനെയാണ് ആഹാരം കൊടുക്കുന്നത്, എങ്ങനെ ആഹാരം കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയുടെ കൈ കുറുതായി പോയോ, എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ അറിയും. കേൾക്കുന്നുണ്ടോ? നീ ഇപ്പോൾ അറിയും. എന്നിട്ട് മോശയുടെ ദൈവം പറഞ്ഞു, മോശേ, ദേശത്തിൽ ആ സമൂഹത്തിൽ നല്ല പ്രധാനികളെ, പ്രമുഖന്മാരെ നിന്റെ അടുക്കൽ കൂട്ടിവരുത്തണം. 70 പേരെ കൂട്ടിവരുത്തണം. 70 പേരെ കൂട്ടിവരുത്തിയിട്ട് നിന്റെ ആത്മാവിനെ കുറെയെടുത്ത് ഞാൻ അവരിലേക്ക് പകരാൻ പോകുകയാണ്. കേൾക്കുന്നുണ്ടോ? നിന്റെ ആത്മാവിനെ കുറെയെടുത്ത് ഞാൻ അവരിലേക്ക് പകരാൻ പോകുകയാണ്. അങ്ങനെ സമാഗമന കൂടാരത്തിന് മുമ്പിൽ 68 പേർ കൂടി വന്നു. 2 പേർ വീട്ടിലാണ്, മേദതും എൽദാദും 2 പേർ വീട്ടിലാണ്. 68 പേർ ആ കൂടാരത്തിന്റെ വാതിക്കലും, 2 പേർ വീട്ടിലും. പക്ഷേ ആത്മാവിനെ മോശയുടെ ആത്മാവിനെ എടുത്ത് ദൈവം അവരുടെ മേൽ പകർന്നു. 68 പേർ കൂടാരത്തിന്റെ വാതിക്കൽ പ്രവചിച്ചു, 2 പേർ വീട്ടിൽ പ്രവചിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 68 പേർ, 68 + 2 70 പേരുടെ മേൽ മോശയുടെ ആത്മാവിനെ കുറെയെടുത്ത് ദൈവം അങ്ങ് കുറെയെടുത്തങ്ങ് പകർന്നു. പെട്ടെന്ന് അവരെല്ലാം പ്രവചിക്കാൻ തുടങ്ങി. പെട്ടെന്ന് യോശുവ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ ജനത്തെ വിരോധിക്കണം. പെട്ടെന്ന് ജനത്തിന് മുമ്പാകെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനം മുഴുവൻ പ്രവാചകന്മാരാകുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ആകട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട, പഴയ നിയമത്തിൽ മോശയുടെ ആത്മാവിനെ എടുത്ത് 70 പേരിലേക്ക് പകർന്നെങ്കിൽ ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തേക്ക് വരുമ്പോൾ 2 പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. 1 ഏലിയാവ്, 2 ഏലീശ. ഏലീശയുടെ ആഗ്രഹം, ഏലിയാവിന്റെ ആത്മാവിന്റെ പറഞ്ഞ് ഇരട്ടി പങ്ക്. ഓരോ സ്ഥലവും വിട്ടുപോകുമ്പോൾ, ഗിൽഗാൽ വിട്ടുപോകുമ്പോൾ, എരിഹോ വിട്ടുപോകുമ്പോൾ, ബേഥേൽ വിട്ടുപോകുമ്പോൾ, പ്രവാചക ശിഷ്യൻ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. പ്രവാചകൻ യോർദാൻ കടന്നപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ദൈവത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ പെട്ടെന്ന് പറയുന്ന വാക്ക്, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. അത് പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. പക്ഷേ നീ എന്നെ കാണുമെങ്കിൽ നിനക്കത് സംഭവിക്കും, ഞാൻ എടുത്തുകൊള്ളുന്ന കാണുമെങ്കിൽ നിനക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അഗ്നിമയമായ രഥങ്ങൾ, അഗ്നിമയമായ അശ്വങ്ങൾ വന്ന് 2 പേരെയും വേർതിരിച്ച് ഏലിയാവിനെ ദൈവം എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ച പെട്ടെന്ന് ഏലീശ കാണുക. ഏലീശ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഏലിയാവിൽ വീണ പുതപ്പ് ഓടിച്ചെന്നെടുത്ത് ഏലിയാവിന്റെ ആത്മാവ് എവിടെയെന്ന് ചോദിച്ച് യോർദാനെ അടിച്ച സമയത്ത് യോർദാൻ 2ആയി പിളരുകയാണ്. എല്ലാവരും എന്നെ കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. മോശയുടെ മേൽ പകർന്ന ആത്മാവിനെ 70 പേരിലേക്ക് പകർന്നെങ്കിൽ ഏലിയാവിൽ നിന്ന് ആത്മാവിന്റെ ഇരട്ടി പങ്ക് എലീശയിലേക്ക് വന്നപ്പോൾ ഏലിയാവ് ചെയ്ത ശുശ്രൂഷയുടെ ഇരട്ടി എലീശ ദൈവത്തിന്റെ നിയോഗത്തോടെ ചെയ്തു. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവസഭയിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അളവ് ഇരട്ടി പങ്കല്ല, മറിച്ച് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കുന്നെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ചു പറയാം, എന്റെ മേൽ, സഭയുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ശക്തി 70 പേരിൽ ഒതുങ്ങുന്ന ശക്തിയല്ല, അത് ആത്മാവിന്റെ ഇരട്ടി പങ്കല്ല. എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ശക്തി അളവറ്റ ശക്തിയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരമൊന്ന് അടിച്ച് ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. എന്റെ മാന്യമിത്രമേ, സഹോദരി സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഈ പകലും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. എന്റെ മേൽ, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ദൈവശക്തി, അത് ഇരട്ടി പങ്കല്ലെന്ന്, അത് ആത്മാവിന്റെ അളവറ്റ ശക്തിയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കരം ഞാൻ ഈ പ്രാർത്ഥനയുടെ ഈ പകൽ ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവസഭയോട് പറയുന്നു, ഇപ്പോൾ എഫെസോസിൽ വ്യാപരിക്കുന്ന അർത്തമീസ് എന്ന് പറയുന്ന ശത്രുശക്തികൾക്ക്, അർത്തമീസ് എന്ന് പറയുന്ന ദേവി സങ്കല്പത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തി അളവുള്ള ശക്തിയാണ്, അളക്കാൻ കഴിയുന്ന ശക്തിയാണ്. പക്ഷെ എഫെസോസിലുള്ള ദൈവസഭയോട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുന്ന ശക്തിക്ക് അളവില്ലാതെ, അളക്കാൻ കഴിയാത്ത ശക്തിയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറ.
ട്രിവാൻഡ്രത്ത് വ്യാപരിക്കുന്ന പൈശാചിക മേധാവിത്വങ്ങൾക്ക്, പൈശാചിക ശക്തിക്ക് ഒരളവുണ്ടെന്ന്. പക്ഷെ ദൈവസഭയ്ക്കകത്ത് ദൈവം പകർന്നിരിക്കുന്ന ശക്തിക്ക് ഒരളവില്ലെന്ന്. അത് അളന്ന് കൂട്ടാൻ കഴിയാത്ത ശക്തി. ഇറങ്ങട്ട ശക്തി, ഇറങ്ങട്ട ശക്തി. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ ആ ശക്തി ചിലടമേൽ ആഴമായി കത്തട്ടെ. പ്രാപിക്ക്, പ്രാപിക്ക്. പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ആ ശക്തിയെ കുറിച്ചുള്ള വിശദീകരണം എന്താണെന്നറിയാമോ? കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതി വെച്ചു, എങ്കിലും ഈ അത്യന്ത ശക്തി. ഫിലിപ്പി ലേഖനത്തിൽ എഴുതി വെച്ചു, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി. റോമാലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ശക്തി. മനസ്സിലാകുന്നെങ്കിൽ രാമേൻ പറ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ശക്തിയെ കുറിച്ച് ഞാൻ പറയുന്നേ. ഇന്ന് പകൽ നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവശക്തി അത് 2 അന്യഭാഷ പറയാനുള്ള ശക്തിയല്ല, 2 വാചകങ്ങൾ പ്രവചിക്കാനുള്ള ശക്തിയല്ല. ഈ ശക്തി അളവറ്റ ശക്തി. ഓ, come on, come on, come on, come on. രണ്ട് മുറി പ്രസംഗം ചെയ്യാനുള്ള ശക്തിയല്ല, ഏതു വെല്ലുവിളികളെയും കീഴ്പ്പെടുത്തുന്ന ശക്തിയാണ് എന്റെ അകത്ത്. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ പ്രതികരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ 20ാമത്തെ പകൽ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി അത് ലോകത്തിന്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചു പറ, ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് ബലഹീനതയുണ്ട്, എനിക്ക് ശരീരത്തിന് ക്ഷീണമുണ്ട്, പക്ഷെ എന്റെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവശക്തി. അതിന്ന് പകൽ ഇറങ്ങട്ടെ ചിലടമേൽ, അതിന്ന് പകൽ ഇറങ്ങട്ടെ ചിലടമേൽ. ഈ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ നിന്റെ അകത്ത് വെളിപ്പെടുന്ന ശക്തിയെ കുറിച്ച് നിനക്ക് ഇന്ന് പകൽ ഒരു ധാരണയുണ്ടാകട്ടെ. അത് അളക്കാൻ കഴിയാത്ത ശക്തിയാണ്, അത് ഒരിക്കലും അളക്കാൻ കഴിയാത്ത ശക്തിയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് ഈ ശക്തിയുടെ അളവ് വെളിപ്പെടുത്താൻ ഒരു ഉദാഹരണം വ്യക്തമാക്കുകയാണ്. ഉദാഹരണം എന്താണെന്നറിയോ? ഈ അളവറ്റ ശക്തി, ഈ അത്യന്ത ശക്തി, സ്തോത്രം, ഈ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ പൗലോസ് അടുത്തൊരു വാക്യത്തിലൂടെ വളരെ ആഴമായി പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഈ ശക്തിയുടെ അളവാ പറയുന്നേ. ഈ ശക്തിയുടെ അളവാ പറയുന്നേ, ഈ ശക്തിയുടെ കരുത്താ പറയുന്നേ. ഏത് ശക്തി? നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ശക്തി. കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? 2 സ്തോത്രം പറയുമ്പോ, 2 അന്യഭാഷ പറയുമ്പോ ഈ ശക്തിയുടെ ബഹുത്വം കുറയല്ല. ഈ ശക്തി അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 20ാമത്തെ പകൽ ആ ശക്തി ജനമേൽ ഇറങ്ങുക. പ്രാപിക്ക്, പ്രാപിക്ക. ശക്തി ജനമേൽ ഇറങ്ങുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം വലിയ ശബത്താകും മുമ്പേ നിക്കോദെമോസും യോസഫും ഒക്കെ ആ ക്രൂശിൽ നിന്ന് ആ ശരീരം എടുത്തിട്ടൊരു നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഒരു കല്ലറ, യോസഫിന്റെ പുതിയ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. എന്നിട്ടൊരു കല്ലെടുത്ത് വെച്ചിട്ട് അവർ വലിയ ശബത്താചരിക്കാൻ പോയി. വലിയ ശബത്താചരിക്കാൻ പോകുന്ന സമയത്ത് പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ ഒരു സംസാരം ഉണ്ടായി. സംസാരം ഇങ്ങനെയാണ്: ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3-ാം ദിവസം പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കല്ലറയെ ഒന്നും കൂടെ ഉറപ്പാക്കാം, 2 കാവൽക്കൂട്ടത്തെ വെക്കാം, 3 മുദ്ര പതിപ്പിക്കാം. കല്ലറയെ ഒന്നുകൂടെ ഉറപ്പാക്കുന്നതിന്റെ കാര്യം എന്താ? ഒരിക്കലും യേശു പുറത്തു വരരുത്. 2 കാവൽക്കൂട്ടത്തെ വെക്കുന്നത് പുറത്തു വന്നാലും
ഞങ്ങൾക്ക് അവനെ തകർക്കാൻ കഴിയും. അതാ കാവൽക്കൂട്ടത്തെ വെക്കുന്നേ. 3 മുദ്ര പതിപ്പിച്ചു. മുദ്ര പതിപ്പിച്ചത് എന്താ? പുറത്തു വന്നാലും എന്റെ പരിധിക്കകത്ത്, എന്റെ നിയമത്തിന്റെ പരിധിക്കകത്ത്, എന്റെ അധികാരത്തിന്റെ പരിധിക്കകത്ത് യേശു നിൽക്കണം. ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചേ. 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. പറഞ്ഞേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോ പടയാളികൾ എടുത്തു വച്ച കല്ല് തനിയെ ഉരുണ്ടെന്ന്, കാവൽക്കൂട്ടം മരിച്ചവരെ പോലെയായെന്ന്, മുദ്ര തകർന്നു. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞോണം കേട്ടോ. ഉപവാസ പ്രാർത്ഥനയുടെ 20-ാമത്തെ പകൽ ശക്തി നിന്റെ മേൽ വ്യാപരിച്ച ഈ അളവറ്റ ശക്തി, ഇന്ന് പകൽ ഇറങ്ങ്. അളവറ്റ ശക്തി ചിലരുടെ മേൽ ഇറങ്ങി വരികയാ. അളവറ്റ ശക്തി, അളവറ്റ ശക്തി അളക്കാൻ കഴിയോ? വിശ്വസിക്കുന്നെങ്കിൽ കരമൊന്നടിച്ച് പ്രതികരിക്കുക. എത്ര ഭാരമുള്ള കല്ലും എടുത്തു മാറ്റാൻ കഴിയുന്ന, എത്ര പൈശാചിക മുദ്രകളും പൊട്ടിച്ചു കളയാൻ കഴിയുന്ന, ഏത് സെക്യൂരിറ്റിയെയും തകർക്കാൻ കഴിയുന്ന ദൈവികമായ ഒരു ഇടപെടൽ. കമോൺ കമോൺ, വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഇന്ന് പകൽ യേശുവിൽ വ്യാപരിച്ച ശക്തി ചിലരുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമം അത് വ്യാപരിക്കട്ടെ. അത് വ്യാപരിച്ചു തുടങ്ങട്ടെ. കത്തട്ടെ കത്തട്ടെ. ദൈവമഹത്വത്തിന്റെ തീ ചിലരുടെ മേൽ ഇറങ്ങട്ടെ. ദൈവശക്തിയുടെ കരം ഇന്ന് പകൽ ചിലരുടെ മേൽ ഇറങ്ങട്ടെ. കമോൺ, പ്രാപിച്ചു. ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ആ ശക്തി, അളവറ്റ ശക്തി, അത്യന്ത ശക്തി, ആർക്കും പിടിച്ചൊടുക്കാൻ കഴിയാത്ത ശക്തി, ഒരു മരണത്തിനും അവസാനിപ്പിക്കാൻ കഴിയാത്ത ശക്തി, ഒരു പീലാത്തോസിനും മൂടിവെക്കാൻ കഴിയാത്ത ശക്തി, ഒരു രാജ്യത്തിനും മൂടിവെക്കാൻ കഴിയാത്ത. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കണം കേട്ടോ. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആത്യന്ത ശക്തി ഇന്ന് പകൽ ചലിക്കപ്പെടുവാൻ പോകുകയാണ്. ആത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിനകത്ത് വ്യാപരിക്കപ്പെടാൻ പോകുകയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി അത് അത്യന്ത ശക്തിയാണെന്നൊരു തിരിച്ചറിവ്, തിരിച്ചറിവ്. യേശുവിനെ മരണത്തിന്റെ കട്ടുപൊട്ടിച്ച് പുറത്തെടുത്ത ശക്തിയാണെന്ന് തിരിച്ചറിയുന്നവർ നന്നായി കരമൊന്നടിച്ച് വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. ആ ശക്തി വ്യാപരിക്കട്ടെ, ആ ശക്തി വ്യാപരിക്കട്ടെ, ആ ശക്തി വ്യാപരിക്കട്ടെ, ആ ശക്തി പ്രാപിച്ചു. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ശക്തി ജനമേൽ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ആ രോഗത്തെ കവിയുന്ന, ആ ക്ഷീണത്തെ കവിയുന്ന, ആ വെല്ലുവിളിയെ കവിയുന്ന, ആ പരാജയങ്ങളെ കവിയുന്ന ദൈവശക്തി ചുഴമേൽ അടിക്കട്ടെ, ദൈവശക്തി ചുഴമേൽ അടിക്കട്ടെ, ദൈവശക്തി ചുഴമേൽ അടിക്കട്ടെ. തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് ദൈവത്തിന്റെ കാറ്റ് വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ ആ ശക്തി ചുഴമേൽ അടിക്കട്ടെ. വായ തുറക്ക്. അല്പസമയം അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിപ്പാൻ നിയോഗമുള്ളവർ അന്യഭാഷയിൽ സംസാരിക്കൂ. ശക്തി ഇറങ്ങുന്നു, ശക്തി ഇറങ്ങുന്നു, ശക്തി ഇറങ്ങുന്നു, ശക്തി ഇറങ്ങുന്നു. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ചാ പറഞ്ഞേ. സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ചാ പറയുന്നേ. സഭയുടെ മേൽ കർത്തൃത്വം നടക്കുന്ന ശക്തിയെ കുറിച്ചാ പറഞ്ഞേ. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ചാ പറയുന്നേ. അത് സാധാരണ ശക്തിയല്ല, അത് മരിച്ചവരും എഴുന്നേൽപ്പിക്കുന്ന ശക്തി. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. ആ ശക്തി ചിലമേ ചലിച്ചിറങ്ങട്ടെ. ആത്യന്ത ശക്തി ചിലമേ ചലിച്ചിറങ്ങട്ടെ.
അത്യന്ത ശക്തി. ഓ ജല ധര ജല ധര ജല ധര ജല. എല്ലാ കണ്ണും അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇരിക്കാനാണ് സ്തോത്രം. നിങ്ങളുടെ ശാരീരികമായ ക്ഷീണം നിങ്ങൾക്ക് എഴുന്നേറ്റ് സമ്മതിക്കുന്നില്ല, ഇരിക്കാനാണ് ഇരിക്കാം. ബാക്കിയുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഒരു പാട്ടുപാടി അവസാനത്തിൽ സ്തോത്രം 2 അന്യഭാഷ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ശക്തിയല്ലിത്. ഇത് അത്യന്ത ശക്തിയാണ്, ഇത് അളവറ്റ ശക്തിയാണ്. എഫെസോസിലുള്ള ദൈവസഭയെ പൗലോസ് ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. നിങ്ങൾ പാർക്കുന്ന ഇടം സാത്താന്റെ വെല്ലുവിളികൾ നിറഞ്ഞ ഇടമാണ്. നിങ്ങൾ പാർക്കുന്ന ഇടം അർത്തമീസ് എന്ന് പറയുന്ന ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ണാണ്. നിങ്ങൾ പാർക്കുന്ന ഇടം പൈശാചിക വ്യാപാരങ്ങൾ നിറയപ്പെട്ട മണ്ണാണ്. പക്ഷെ അവിടെയൊക്കെ വ്യാപരിക്കുന്ന ശക്തിക്ക് ഒരളവുണ്ട്, ഒരളവുണ്ട്. പക്ഷെ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഒരളവില്ല. അതളവറ്റ ശക്തിയാണ്, അതളവറ്റ ശക്തിയാണ്. അത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ആ ശക്തി ചിലരുടെ മേൽ ഇന്ന് പകൽ ഇറങ്ങുന്നു.